മുൾമരമേരിയാതിരുതീതൻ നടുവിൽ കണ്ടതുപോ ചിന്മയനാമറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു അതിനാൽ ഭംഗവുമാ കന്യ വൃതമുദ്രയ്ക്കുണ്ടായില്ല. പ്രാർത്ഥിക്കുക. കരുണിവാനായ തമ്പുരാനെ, അനുഗ്രഹപൂർണമായ ഈ പ്രഭാതം ഈ പരിശുദ്ധ ആലയത്തിൻ്റെ തണലിൻ കീഴിലായിരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നാനാജാതി മതസ്ഥരായ ഞങ്ങൾ ദൈവം മുമ്പാകെ ഞങ്ങളുടെ ആത്മാവിനെ കോർത്തുണക്കുവാനും തക്കവണ്ണം പ്രതികൂലതകൾ തിങ്ങി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിലും അനുകൂലമായ സാഹചര്യം ഒരുക്കി തന്ന കൃപയെ നന്ദിയോട് ഓർക്കുന്നു. ചുറ്റും പ്രയാസങ്ങളും പ്രതിസന്ധികളും നൊമ്പരങ്ങളും ഒക്കെ ഏറി വരുമ്പോൾ നിന്റെ മുമ്പാകെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എല്ലാ പ്രതികൂലതകളും വൈഷമ്യങ്ങളും ദൂരീകരിക്കപ്പെടുവാൻ സർവശക്തനായ തമ്പുരാനെ നിനക്ക് ഞങ്ങളോട് കനിവ് തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ട് സാധ്യമാകാതെ പോയ മക്കളെ ദൈവം മുമ്പാകെ ഓർക്കുന്നു. വിദൂരങ്ങളിരുന്ന് നല്ല ശ്രോതാക്കളായി ഇത് ഗ്രഹിക്കുന്നതിലൂടെ തിരുവചനത്തിൻ്റെ ആഴത്തെ പഠിക്കുവാനും അത് അനേകരിലേക്ക് പകർന്നു നൽകുവാനും സർവശക്തനായ തമ്പുരാനെ നിന്റെ പ്രിയ മക്കളെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കേണ്ടിയിരുന്നതിനായി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ വളരെ വേഗം മാറ്റപ്പെട്ട് ദൈവീ ആത്മാവോടുകൂടെ അനേകർക്ക് ദൈവവചനത്തെ പങ്കുവെക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവനെ തമ്പുരാനെ നീ വേർതിരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇപ്പോഴല്ല ഇപ്പോഴും നീക്കും തന്നെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയരും ശ്രേഷ്ഠരുമായിരിക്കുന്നവരെ, പരിശുദ്ധയായ അമ്മയുടെ നിസ്തുലമായ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും പുണ്യപിതാക്കന്മാരുടെ കാൽപാദങ്ങളുടെയും യാമപ്രാർത്ഥനകളുടെയും അനുഗ്രഹം കൊണ്ടും ഏറെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഈ ആത്മീയ അന്തരീക്ഷത്തിൽ നിങ്ങൾക്കൊപ്പം അല്പസമയം പങ്കുവെക്കുവാൻ സർവശക്തനായ തമ്പുരാൻ ഒരുക്കി തന്ന ദൈവ നിയോഗത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. അതിനായ ബ്രിജിത്തച്ഛൻ ആമുഖവാക്കുകൾ ഓർപ്പിച്ചതുപോലെ ഒരേ കാലഘട്ടത്തിൽ ഈ രണ്ട് വൈദികരുടെയും അനുജനായി വൈദിക സെമിനാരിൽ പഠിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ വൈദിക സെമിനാരിൽ പഠിക്കുവാൻ വരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ചെറിയ കാലഘട്ടത്തിന് മുമ്പേ പഠിച്ചു പോയ ആളാണ് തോമസ് അച്ഛൻ. പഠിക്കുന്ന ഒരേ ആണ്ടിൽ ഒരേ കാലഘട്ടത്തിൽ വൈദിക സെമിനാരിൽ ജ്യേഷ്ഠാനുജന്മാരായി പഠിക്കുവാൻ വൃദ്ധച്ഛനൊപ്പവും ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഈ രണ്ട് വൈദികരെയും ദൈവം മുമ്പാകെ സമർപ്പിക്കുകയും അവരോടൊപ്പമുള്ള ഈ നല്ല നിമിഷത്തെ ദൈവം മുമ്പാകെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി പരിശുദ്ധ ആലയവും നമ്മുടെ സഭാ സമൂഹമൊക്കെയും പരിശുദ്ധയായ കന്യകമറിയ അമ്മയുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിനെ ഹൃദയത്തിൽ പേറി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അണയുകയാണ്. ഭാരതീയ ഉപനിഷത്തുകളൊക്കെയും മലയാളി സംസ്കാരത്തിനും ഭാരതീയ സംസ്കൃതിക്ക് നൽകിയിട്ടുള്ള അനുഭവങ്ങളും അർത്ഥങ്ങളും വളരെ വലുതാണ്. അതിൽ തൈത്തിരീയോപനിഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ 5 അടരുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ 5 അടരുകളിലൂടെ കടന്നാണ് ഒരു ഭക്തൻ ഈശ്വര സാന്നിധ്യം രുചിച്ചറിയുന്നതെന്ന് അവിടെ എഴുതുന്നുണ്ട്. അതിൽ 1-ാമത്തെ അടര് അന്നം, 2 പ്രാണൻ, 3 മനസ്സ്, 4 വിജ്ഞാനം. ഈ അടരുകളിലൂടെ കടന്ന് ആനന്ദത്തിൻ്റെ പടിയിലെത്തുമ്പോൾ സാധകൻ ഈശ്വര സാക്ഷാത്കാരം നേടിയവനായി എന്ന് ഉപനിഷത്ത് കുറിക്കുന്നുണ്ട്. ഈശ്വരൻ ഭാരതീയ ദർശനത്തിൽ ആനന്ദമാണ്. അവനൊപ്പം സഞ്ചരിക്കുകയും അവനൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ ഭക്തന് മനസ്സ് നിറയെ ആനന്ദമാണ്. ഈ ആനന്ദത്തിൽ നിന്ന് വേണം മനുഷ്യൻ അവൻ്റെ ഓഹരി ലഭിക്കുവാനും നേടിയെടുക്കുവാനും.
വിശുദ്ധ ബൈബിൾ എന്ന നമ്മുടെ ആത്മീക പുസ്തകം നിറയെ നാം വായിക്കുമ്പോൾ ഈ ഗ്രന്ഥത്താളുകളിൽ തുളുമ്പി നിൽക്കുന്ന ആനന്ദവല്ലിയുടെ പേരാണ് പരിശുദ്ധയായ കന്യകമറിയം. അവൾ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അടരുകൾ ഹൃദയത്തിൽ പേറി അന്ത്യത്തോളം ജീവിച്ച അമ്മയാണ്. അതുകൊണ്ടാണ് സ്ത്രീയിലൂടെ നഷ്ടമായ ഒരു പറുദീസയുടെ അനുഭവത്തെ മറ്റൊരു സ്ത്രീയിലൂടെ മാനവരാശിക്ക് സ്വന്തമായി തീരുന്നതിൻ്റെ കഥയാണ് രക്ഷാകര ചരിത്രമെന്ന് പിതാക്കന്മാർ കൂട്ടിക്കുറിക്കുന്നത്. ഈ രക്ഷാകര ചരിത്രത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആനന്ദവല്ലിയായി പരിലസിച്ച ഒരമ്മയുടെ ദീപ്തമായ സ്മരണയാണ് ഈ 15 ദിനരാത്രങ്ങളിൽ നാം ഹൃദയം കൊണ്ട് ഓർക്കുന്നത്. ശരിക്കും അമ്മയുടെ സ്മരണ ഒരു മനുഷ്യരാശിയുടെ അന്ത്യത്തോളം നിൽക്കുന്ന കൃത്യമായ ഒന്നാണ്. മമ എന്ന സംസ്കൃത പദത്തിനർത്ഥം എൻ്റേത് എന്നാണ്. ആ മമ എന്നാൽ അത് എൻ്റേതല്ല എന്നാണ് ആ വാക്കിൻ്റെ പൊരുൾ. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം തൻ്റേതല്ലാത്തവളെന്നാണ്. ജനിച്ച് ജീവിച്ചു മരിക്കുവോളം മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കപ്പെട്ട് ജീവിക്കുന്നവളുടെ പേരാണ് അമ്മ. ജനിക്കുമ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി തൻ്റെ സമയത്തെ, തൻ്റെ ആഹാരത്തെ, തൻ്റെ ദൈനംദിനങ്ങളെയൊക്കെ പകുത്തു വെക്കുന്ന അമ്മമാരാണ് നമ്മുടെയൊക്കെ വീടുകളിലുള്ളത്. അവിടെ നിന്ന് നേരെ ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി, തൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത തുറകളിലും മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സമയത്തെയും തൻ്റെ ജീവിതത്തെയും പകുത്തു വെക്കുന്ന അമ്മമാരെയാണ് നാം കണ്ടുമുട്ടിയിട്ടുള്ളത്. എന്തിനേറെ കാലാവസാനം അടുക്കുമ്പോൾ അവരുടെ ആത്മാവിൽ അവർക്ക് ശാരീരികമായി എത്ര പ്രയാസം ഉണ്ടായാലും എണ്ണീറ്റ് എന്ന് കൂടെ ഉള്ളവർക്ക് വേണ്ടി കരുതലിൻ്റെ ആത്മബോധത്തിൻ്റെ സമയത്തെ പകുത്തു വെക്കുന്ന അമ്മമാരെയാണ് നാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മ എന്ന മതത്തിൻ്റെ മനോഹരമായ പൊരുളതാണ്. അന്ത്യത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ പകുത്തു വെച്ച് ജീവിക്കുന്നവളാണ് അമ്മ. തനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയവളുടെ പേരാണ് അമ്മ. നിങ്ങൾ ഓർത്തു നോക്കണം, നമ്മൾ ദൈവജ്ഞാനത്തെ ഹൃദയത്തിൽ പേറി ആദ്യം അരിയിലെഴുതുന്നത് ദൈവം എന്നാണ്. കുരിശ് വരച്ച് ദൈവം എന്ന് എഴുതി തുടങ്ങുന്ന നമ്മൾ പിന്നെ ആ അക്ഷരലോകത്തിൻ്റെ അമൂല്യമായ രത്നങ്ങളെ കൂട്ടിക്കുറുക്കുവാൻ എടുക്കുന്നത് അംഗൻവാടി ക്ലാസ്സുകളിലെ നിലത്തെഴുതി ആശാമ്പള്ളിക്കുടത്തിലെ മണ്ണുകളാണ്. ആ മണ്ണിൽ, പൂഴി മണ്ണിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കൊണ്ട് നമ്മൾ പിന്നെ ആരും ദൈവം എന്ന് എഴുതിയല്ല പഠനം തുടങ്ങുന്നത്. പിന്നെയോ ആ അമ്മയെന്ന. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ആ വെച്ച് ഒത്തിരി വാക്കുകൾ മലയാളത്തിലുണ്ടായിരുന്നു. എന്നാൽ ആശാമ്പള്ളിക്കുടത്തിൽ ആശാൻ എപ്പോഴും പഠിപ്പിക്കുവാൻ മക്കളെ പരിശ്രമിക്കുന്നത് ആ അമ്മയെന്നതാണ്. എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കും. കാരണം നമ്മുടെ ഈ കുഞ്ഞു വിരൽ നോവോളം ആ എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഈ 2 മാ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് മണ്ണിൽ എഴുതുന്നത് അല്പം ദുഷ്കരമായ കാര്യം. അപ്പോൾ കുഞ്ഞു വിരൽ ഇങ്ങനെയൊക്കെ പൊതുങ്ങുമ്പോൾ ആ ചുരൽ കമ്പിൻ്റെയും പുളിക്കമ്പിൻ്റെയും മാധുര്യം തുടനിറയുകയും ഹൃദയത്തിൽ അനുഭവിച്ചവരാണ് എൻ്റെ മുമ്പ് നിൽക്കുന്ന എല്ലാവരും. ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആ അമ്മ എന്നെഴുതുന്നത്? ആ വെച്ച അച്ഛനുണ്ട്, അനുജനുണ്ട്, അനുജത്തിയുണ്ട്, അമ്മാവനുണ്ട്, അമ്മായിയുണ്ട്, ആ തുടങ്ങി ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷേ ആശാൻ അന്നും ഇന്നും അംഗൻവാടി തലങ്ങളിൽ പഠിപ്പിക്കുന്നത് ആ അമ്മയെന്നാണ്. നമ്മുടെ കുഞ്ഞു വിരൽ നോവോളം നാം വടിവത്ത് ആ അക്ഷരനിറവുകളിൽ എഴുതി ഹൃദയത്തോട് ബലപ്പെടുത്തി വെക്കുന്ന പദമാണ് ആ അമ്മ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയുണ്ട്. അന്ന് ശരിക്കും ആശാൻ മണ്ണിലല്ല ആ അമ്മ എന്ന് എഴുതി പഠിപ്പിച്ചത്, പിന്നെയോ എൻ്റെ മനസ്സിലായിരുന്നു. എൻ്റെ ചെറിയ വേദനകളിൽ, എൻ്റെ നൊമ്പരങ്ങളിൽ ആശാൻ എൻ്റെ ഹൃദയത്തിൽ പഠിപ്പിച്ച ആ വാക്കാണ് ഞാൻ ഇന്നും എൻ്റെ മനസ്സുകൊണ്ട് ഓർക്കുന്നത്. എൻ്റെ കൈയൊന്ന് മുറിയുമ്പോൾ, എൻ്റെ മനസ്സൊന്ന് മുറിയുമ്പോൾ, ആത്മാവിന് വേദന ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തോട് ആദ്യം പറയുന്ന വാക്ക് അമ്മേന്ന. എൻ്റെ കുഞ്ഞു സങ്കടങ്ങളെ കേൾക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഇത്രമേൽ അറിഞ്ഞിട്ടുള്ള ഒരു ജീവി ഈ ഭൂമിയിൽ മറ്റാരുമില്ല. ഒരു മനുഷ്യജീവി ഉണ്ടെങ്കിൽ അതെൻ്റെ അമ്മയാണ്. കാരണം എൻ്റെ ബലഹീനതകൾ, എൻ്റെ നൊമ്പരങ്ങൾ, എൻ്റെ കുറവുകൾ, എൻ്റെ മേന്മകളൊക്കെ മറ്റാരേക്കാളും നന്നായി അറിഞ്ഞ് എൻ്റെ ഉയർച്ചയിൽ എനിക്കൊപ്പം ചേർന്ന് നിന്നവളാണ് എൻ്റെ അമ്മ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആശാൻ മണ്ണിലല്ല അമ്മ എന്ന് എഴുതി പഠിപ്പിച്ചത്, അത് മനസ്സിലാണ്. അതുകൊണ്ടാണ് അന്ത്യം വരെ ഹൃദയ നൈർമല്യതയോടെ കാത്തു പരിപാലിക്കുന്ന പദമാണ് അമ്മ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക, അവസാനവും അവൻ ഹൃദയത്തിൽ ചേർത്ത് വെച്ച പദമാണ് അമ്മ. തനിച്ചാക്കുവാൻ അവന് യാതൊരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അടുത്തുനിന്ന് സ്നേഹിതനോട് പറയുന്നു, എടാ ഇതാണ് എൻ്റെ അമ്മ, ഇതു മുതൽ ഇത് നിൻ്റെ അമ്മയാണ്.
അമ്മേ, ഇതാണ് നിന്റെ മകൻ. അതെ, ഒപ്പം കരുതുന്നവരെ, ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ആ അമൂല്യ നാമത്തെ കുരിശിലും ക്രിസ്തു സ്നേഹപൂർവ്വം ഈ ലോകത്തിന് പ്രദാനം ചെയ്ത് നൽകിയ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ആത്മാവിനെ പകുത്തുവെച്ച അമ്മേ, ലോകത്തിന് വേണ്ടി പറഞ്ഞു നൽകിയിട്ടാണ് ക്രിസ്തു ഈ ലോക ജീവിതം പൂർത്തീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ നിസ്തുലമായ മാധ്യസ്ഥതയിലാണ് നീ പരിശുദ്ധ സഭ നിൽക്കുന്നത്. ആ അമ്മയുടെ കൃപ ധാരാളമായി നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അമ്മയുടെ മാത്രമല്ല, പിറവിയുടെ നാൾ മുതൽ ഇന്നയോളം ദൈവികമായ കൃപ നമുക്ക് പ്രദാനം ചെയ്ത, ഈ ഭൂമിയിൽ സർവശക്തനായ തമ്പുരാൻ വളർത്തുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ അമ്മയുടെ സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ അചഞ്ചലമായി ഉണ്ടാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏറെ അനുകൂലവും അപരിമിതമായ ജീവിത സാഹചര്യങ്ങൾ പ്രദാനം ചെയ്തു നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സഭാപിതാക്കന്മാർ ഈ പരിശുദ്ധ അമ്മയുടെ കന്യാത്വത്വത്തെക്കുറിച്ച് ദൃഷ്ടാന്തപരമായ ഏറെ സൂചനകളും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു സൂചനയെക്കുറിച്ചാണ്, ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് അല്പനേരം ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഞാൻ ആമുഖ വാക്കുകളിൽ മനോഹരമായ ഒരു ഗീതം ആലപിക്കുകയുണ്ടായി. ആ ഗീതത്തിൽ പരിശുദ്ധ അമ്മ മറിയയുടെ കന്യകാത്വത്തെ പിതാക്കന്മാർ ഉപമിച്ചിരിക്കുന്ന, ദൃഷ്ടാന്തപ്പെടുത്തിയിരിക്കുന്ന ഒരു സൂചനയെക്കുറിച്ചാണ് നമ്മുടെ പാടിയത്. അവിടെ കത്തുന്ന മരത്തോടാണ് പരിശുദ്ധ അമ്മയുടെ കന്യകാത്വത്തെ സഭാപിതാക്കന്മാർ ദൃഷ്ടാന്തപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിവിടെ പാടി ഇങ്ങനെയാണ്: മുൾ മരമെരിയാതെരുതീതൻ നടുവിൽ കണ്ടതുപോൽ ചിന്മേനാം അറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു, അതിനാൽ ഭംഗവും ആ കന്യ വ്രതമുദ്രയ്ക്കുണ്ടായില്ല. കത്തുന്ന മരത്തിൽ ഒരില കൊഴിയാതെ വാടാതെ കരിയാതെ നിന്ന ആ വൃക്ഷം എങ്ങനെയാണോ സമ്പുഷ്ടമായി നിന്നത്, ആ വിധം തന്നെ കന്യകയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് പുഷ്ടിപ്പെട്ട് ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ കന്യകയിൽ നിന്ന് ഒരിലയാകട്ടെ ഒരു ചെറിയ ചുള്ളിക്കമ്പിൻ്റെ സാമ്യം പോലും പൊടിഞ്ഞിട്ടില്ല എന്നതിനെക്കുറിച്ച് കന്യകാത്വത്വത്തെ ദൃഷ്ടാന്തപ്പെടുത്തിക്കൊണ്ട് സഭാപിതാക്കന്മാർ കൂട്ടിക്കുറുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭാപിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ഈ ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് നാം അല്പനേരം ദൈവത്തിൽ ശരണപ്പെട്ട് ചിന്തിക്കുന്നത്. കത്തുന്ന മരത്തെക്കുറിച്ചാണ്. കത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ മദ്ബഹായുടെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് ഈ സമസ്ത ലോകത്തിന് വേണ്ടി ദൈവാത്മാവിനാൽ കത്തി നിൽക്കുന്ന ആ ദൈവ ചൈതന്യത്തെക്കുറിച്ചാണ് നാം അല്പനേരം ചിന്തിക്കുന്നത്. കത്തുന്ന മരം അത് വലിയൊരു ദൃഷ്ടാന്തമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി മെറ്റഫറുണ്ട് ദൈവത്തെ കുറിക്കുവാൻ. അങ്ങനെ ദൈവത്തെ സൂചിപ്പിക്കുവാൻ തക്കവണ്ണം ഉപയോഗിച്ചിരിക്കുന്ന മനോഹരമായ മെറ്റഫറാണ് കത്തുന്ന മരമെന്നത്. ഈ മരം ആദ്യമായി കണ്ട മനുഷ്യന്റെ പേര് മോശയെന്ന്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിലാണ് മോശ ഈ കത്തുന്ന മരത്തെ കാണുന്നത്. കത്തുന്ന മരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മോശയ്ക്ക് ആ ദൃഷ്ടാന്തം പ്രദാനം ചെയ്ത 2 സൂചകങ്ങളെയാണ് പരിശുദ്ധ അമ്മ മറിയയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നാം ചിന്തിക്കുന്നത്. നോക്കിയേ, ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് ഈ മനോഹരമായ ദൃഷ്ടാന്തം നമുക്ക് അനേകം സൂചനകൾ നൽകുന്നുണ്ട്. അല്ല, ഏറ്റവും കൃത്യമായ സൂചന എന്താണെന്ന് ചോദിച്ചാൽ, ആരാണ് ദൈവം? ആരാണ് ദൈവം? ഈ കത്തുന്ന മരം നൽകുന്ന സൂചന ഇതാണ്: കത്തിക്കാതെ കരിയിക്കാതെ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന അഗ്നിയുടെ പേരാണ് ദൈവം. മോശ കണ്ട ദൃഷ്ടാന്തം നമ്മോട് നൽകുകയാണ്. ആരാണ് ദൈവം? കത്തിക്കാതെ കരിയിക്കാതെ പൊതിഞ്ഞു നിൽക്കുന്ന അഗ്നിയുടെ പേരാണ് ദൈവം. ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, പ്രതികൂലതകളിൽ, നൊമ്പരങ്ങളിൽ, മനസ്സും ശരീരവും ഒക്കെ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ നമ്മളെ കത്തിക്കാതെ, മറ്റുള്ളവന്റെ മുമ്പിൽ കരിയിച്ച് നാമാവശേഷമാക്കാതെ ഉള്ളിൽ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന അഗ്നിയാണ് ദൈവം. ദൈവം അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതികൂലതകളിലും നമ്മെ നഷ്ടപ്പെടുത്തി കളയാതെ അവന്റെ സ്നേഹവാത്സല്യത്തോട് അടുപ്പിച്ച് തന്നെ നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ അവന്റെ ഹൃദയ സ്നേഹം ഇങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നശിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ അവൻ കത്തി ജ്വലിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ഉദാത്തമായ പ്രണയസങ്കല്പത്തെ ഉള്ളൂര് പറയുന്നുണ്ട്. ഉള്ളൂര് തന്റെ പ്രണയകാവ്യത്തിൽ മനോഹരമായ പ്രണയം എങ്ങനെയാണെന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, പ്രണയം മഴയത്ത് നിന്ന് കത്തുന്ന വൃക്ഷം പോലെയാണെന്ന്. ഉദാത്തമായ പ്രണയം എന്താണെന്ന് ഉള്ളൂര് പറയുന്നത്, അത് മഴയത്ത് നിന്ന് കത്തുന്ന വൃക്ഷം പോലെയാണ്. നോക്കിയേ, മഴയത്ത് ചുറ്റും മഴ പെയ്യുക, മഴയത്ത് വൃക്ഷം കത്തുവോ? ഇല്ല. അപ്പം മഴയത്ത് നിന്ന് കത്തുന്ന വൃക്ഷം പോലെയാണ് പ്രണയം. കാരണം എന്തൊക്കെ പ്രയാസം ഉണ്ടായാലും
ഇനി ആരൊക്കെ പെയ്തിറങ്ങിയാലും ഉദാത്തമായ പ്രണയം മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. ആരെയാണോ പ്രണയിക്കുന്നത് ആ പ്രണയിതാവിനോടുള്ള സ്നേഹം ഇനി എന്തു തരം പ്രയാസങ്ങൾ ഉണ്ടായാലും നഷ്ടപ്പെടാതെ കത്തി നിൽക്കുന്ന അനുഭവത്തെയാണ് ഉദാത്തമായ പ്രണയമെന്ന് ഉള്ളൂര് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നമുക്കുണ്ടാകേണ്ടുന്ന അഭിനിവേശം ഇതാണ്. പ്രയാസങ്ങളുണ്ടാകും, പ്രതികൂലതകളുണ്ടാകും, ചുറ്റും മഴയും ഇടിയും കാർമേഘങ്ങൾ നിറയുന്ന ആത്മീകമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ നിന്റെ ഹൃദയത്തിൽ കത്തി നിൽക്കുന്ന അഗ്നി അത് കെട്ടുപോകരുത്. നിന്റെ ഹൃദയത്തിൽ മാമോദീസയിലൂടെ ലഭിച്ചിരിക്കുന്ന ആത്മീക അഗ്നി അത് കെട്ടുപോകരുത്. അത് കൂടുതൽ ജ്വലിക്കണം. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ തള്ളി പറയുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഒപ്പം കൂട്ടാത്തപ്പോൾ ഈ അഗ്നി ഹൃദയത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ ജ്വലനതയോടെ ഉദിച്ചുയരണം. അപ്പോൾ മഴയെയും പ്രയാസങ്ങളെയും പ്രതികൂലതകളിലേക്ക് അവഗണിച്ചുകൊണ്ട് ഈ ഭൂമി ജീവിക്കുവാൻ ഈ അഗ്നി നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അഗ്നി മോശ എന്ന മനുഷ്യനോട് അമ്മ മറിയയിലൂടെ ഈ ലോകത്തോട് പ്രദാനം ചെയ്ത 2 ദൃഷ്ടാന്തങ്ങൾ. ഒന്നാമത്, കത്തുന്ന മരം ഈ ഭൂമിക്ക് നൽകിയ ഒന്നാമത്തെ ബോധ്യം ഇതാണ്: വിമലീകരണ സ്വഭാവം ആർജിക്കുക. കത്തുന്ന മരം ഈ ലോകത്തോട് മോശയിലൂടെ അമ്മ മറിയ എന്ന ദൃഷ്ടാന്തത്തിലൂടെ ഈ ലോകത്തിലോട്ട് പറഞ്ഞു നൽകിയത് വലിയ സൂചന. ഒന്ന്, വിമലീകരണ സ്വഭാവത്തെ ആർജിക്കുക. വിമലീകരണം എന്നത് മലയാളത്തിലെ മനോഹരമായ ഒരു പദമാണ്. പ്രത്യേകിച്ച് മലിനീകരണം എന്ന പദം നിങ്ങൾക്കേറെ സുപരിചിതമാണ്. മലിനീകരണം എന്ന പദത്തിൻ്റെ നേർവിപരീത പദമാണ് വിമലീകരണം. നമ്മുടെ മനസ്സും ശരീരവും മണ്ണുമൊക്കെ മലിനീകൃതമാകുന്ന ഈ കാലഘട്ടത്തിൽ വിമലീകൃതമാകുവാനുള്ള സാധ്യതയെക്കുറിച്ചാണ് കത്തുന്ന മരം നമുക്ക് ആദ്യം ഒരു സൂചന നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വിമലീകരണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. വിമലീകരണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മാറ്റത്തിൻ്റെ കാറ്റ് ഹൃദയത്തിൽ പോറുവാൻ നമുക്കേറെ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം, ഈ വിമലീകരണ സ്വഭാവം ആർജിക്കുവാൻ സർവശക്തനായ തമ്പുരാൻ ആദ്യം കൈപിടിച്ചുയർത്തിയ മോശയിലേക്ക് അവന് പിറുപിറുപ്പോടെയാണ് ദൈവത്തിൻ്റെ ആജ്ഞയെ സ്വീകരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ മോശയെ ബലപ്പെടുത്തുന്ന ഈ ചൈതന്യത്തോട് മോശ പിറുപിറുക്കുകയാണ്. അവൻ തൻ്റെ മലിനീകൃതമായ ചിന്ത കൊണ്ട് പലതും ദൈവത്തോട് മറുതലിക്കുക. ദൈവമേ, ഞാൻ വിക്കനാണ്, എനിക്ക് പ്രാപ്തിയുള്ളവനല്ല, ഇത്ര വലിയൊരു ജനത്തെ നയിക്കുവാൻ തക്കമുള്ള നേതൃത്വ പാഠം എനിക്കില്ല. സ്വയം മലിനീകൃതവനാകുന്ന മോശയെ ദൈവം തമ്പുരാൻ മറ്റൊരു ചൈതന്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു അവനെ വിമലീകൃതമുള്ളവനാക്കി തീർക്കുക. മോശയെ വിക്കനെ ഉണ്ടാക്കിയതാരാ? അവൻ്റെ മനസ്സിനെ ശുദ്ധി വരുത്തിയ. ഈ കുറവുള്ളവരെയൊക്കെ സൃഷ്ടിച്ചതാരാ? ഞാനാ. ഞാൻ നിന്നെ നയിക്കും, നിന്റെ പിതാക്കന്മാരെ നയിക്കുന്നത് പോലെ ഞാൻ നിന്നെ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ മലിനീകൃത ചിന്തകളെ ദൈവം തമ്പുരാൻ ശുദ്ധി വരുത്തി വിമലീകൃതമുള്ളവനാക്കി മോശയെ മാറ്റുക. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ കാലഘട്ടത്തിൽ ആവശ്യം ദുശ്ചിന്തകൾ മനസ്സിൽ പേറുകയല്ല, സാൻമാർഗികതയും നല്ല ചിന്തകളെയും മനസ്സിൽ പേറിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മുടെ മനസ്സിൽ ഒളിപ്പിക്കുക എന്നതാണ് നാം ആത്യന്തികമായി പഠിക്കേണ്ടത്. മോശ ഈ ചിന്തകളൊക്കെ മനസ്സിൽ ബലപ്പെട്ടുകൊണ്ട് അവസാനം പറയുന്നുണ്ട്, ശരി, എൻ്റെ മനസ്സിനെ ഞാൻ ശുദ്ധി വരുത്താം, ഞാൻ മറ്റൊരു ചിന്തയിലേക്ക്, മറ്റൊരു ചൈതന്യത്തിലേക്ക് മാറാം. ഈ അടിവാരത്തിൽ ചെല്ലുമ്പോൾ എന്നോട് ആളുകൾ ചോദിക്കും, ഇതൊക്കെ നിന്നോട് പറഞ്ഞു തന്നതാരാ? സ്വയം മാറുവാന്, മനസ്സിനെ മാറ്റുവാൻ, ചിന്തകളെ മാറ്റുവാൻ, വിപലീകൃത സ്വഭാവമുള്ളവനാവാൻ തക്കവണ്ണം നിന്നെ പഠിപ്പിച്ചത്, നിന്നെ പ്രേരിപ്പിച്ചതാരാ? അവരോട് ഞാൻ എന്ത് മറുപടി നൽകണം? ആരാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി നൽകണം? ക്രിസ്തു നൽകുന്ന മറുപടി ഇതാണ്, മോശേ, നീ പറയുക, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം ദ മാൻ ഐ ആം. മോശേ, നീ അവരോട് പറയുക, ആരാണിത് പഠിപ്പിച്ചത്? അത് എൻ്റെ ദൈവം. ആരാകുന്നു ഞാൻ? ഇന്നലെ മോശേ, നിനക്ക് ഞാൻ ആരാകുന്നു എന്ന് നീ ചിന്തിച്ചിരുന്നു, അതാണ് ഞാൻ. ഇന്ന് ഞാൻ നിനക്ക് എന്താണെന്ന് നീ ചിന്തിക്കുന്നു, അതാണ് ഞാൻ. ഭാവി കാലഘട്ടങ്ങളിൽ നിന്റെ പ്രയാസങ്ങളിൽ, പ്രതികൂലതകളിൽ ആരാണ് നിന്നെ കൈപിടിച്ചുയർത്തുമെന്ന് നീ ആഗ്രഹിക്കുന്നു, അതാണ് ഞാൻ. മോശേ, നിത്യ ചൈതന്യമായി നിനക്കൊപ്പം നിൽക്കുന്നവനാണ് ഞാൻ. ഞാനാകുന്നവൻ ഞാനാകുന്നു. പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, ആത്മനൊമ്പരങ്ങളിൽ, ഹൃദയത്തിൻ്റെ വായ്പകളിൽ നിന്ന് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നവനാണ് ഈ ദൈവം. അവൻ ഒരു നാളും നമ്മെ കൈവിടുകയില്ല. പുറപ്പാട് പുസ്തകത്തിലാണ് യഹോവയായ ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന സൂചന പ്രദാനം ചെയ്യുന്നത്. ഇങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ, പഴയ നിയമത്താളുകളിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലും
ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇതെവിടെയാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിലാണ്. ഇവിടെ സാഹചര്യം ഇങ്ങനെയാണ്. കെദ്രോൻ തോടിനരികെ ഒലിവ് മരത്തോട്ടത്തിൽ നീ ആരെയാകുന്നു തിരയുന്നുവെന്ന് ഒരു വലിയ ചോദ്യം വരുന്നുണ്ട്. അന്ന് രാത്രി മനുഷ്യപുത്രൻ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആ ഒലിവ് മരത്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ താൻ പിടിക്കപ്പെടുമെന്ന ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ ഉറ്റുനിൽക്കുന്നവൻ്റെ നേരെയാണ് കുന്തവും വാളുമേന്തിക്കൊണ്ട് ഒരു വലിയ ജനസമൂഹം കടന്നു വരുന്നത്. ആ ജനസമൂഹത്തോട് ക്രിസ്തു ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? അതിനൊരു പടയാളി നൽകിയ മറുപടിയാണ്, ഞങ്ങൾ നസ്രേത്തുകാരനായ യേശുവിനെയാണ് തിരയുന്നത്. ക്രിസ്തു നൽകുന്ന മറുപടി, അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വേദഭാഗം ഒന്നും കൂടെ വായിച്ചു നോക്കുക. ആ വേദഭാഗത്ത് ഇപ്രകാരം പറയുന്നു, ഞാനാകുന്നുവെന്ന് ക്രിസ്തു പറഞ്ഞ മറുപടി കേട്ട് ആ ഭടൻ ബോധരഹിതനായി നിലം പതിച്ചുവെന്ന്. ഞാനാകുന്നുവെന്ന് മറുപടി പറഞ്ഞു കേട്ട് അവൻ ബോധരഹിതനായി താഴെ വീണു. കള്ളം പറയാമായിരുന്നു. അവൻ ഒരുപക്ഷെ ആ നിങ്ങൾ അന്വേഷിച്ചു വന്ന മനുഷ്യൻ ഇവിടെ നിന്ന് ഇതായി കുന്നിറങ്ങിപ്പോയെന്ന് അവരെ കബളിപ്പിക്കാമായിരുന്നു. അത് ഞാനല്ല എന്ന് പറഞ്ഞ് അവൻ ഓടി വിളിക്കാമായിരുന്നു. എന്നാൽ ധീരതയോടെ നിങ്ങൾ ആരെ അന്വേഷിച്ചു വന്നു, അത് ഞാനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം പിടികൊടുക്കുവാൻ തക്കവണ്ണം മനുഷ്യപുത്രൻ ആ രാത്രിയിൽ ഒരുങ്ങുകയായിരുന്നു. എന്നെ പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തിയ ഒരു ചോദ്യം ഇതാണ്, തമ്പുരാനെ, തൊട്ടടുത്ത് പള്ളിയില്ലായിരുന്നു? പ്രത്യേകിച്ച് കെദ്രോൻ താഴ്വരയുടെ 2-3 ചാല് കടക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിന്റെ സോക്കോൾഡ് ക്യാമ്പസായി. പിടിക്കപ്പെടുമെന്ന് നിനക്ക് തന്നെ ഉറപ്പായ ആ രാത്രി നീ എന്തുകൊണ്ടാ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കാഞ്ഞേ? നീ എന്തുകൊണ്ടാ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കാഞ്ഞേ? നീ അന്ന് പ്രാർത്ഥിക്കുവാൻ തെരഞ്ഞെടുത്തത് ആ ഒലിവ് മരങ്ങൾക്കിടയിലായിരുന്നു. മരങ്ങൾക്കിടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിരുന്നു അന്ന് മനുഷ്യപുത്രൻ ഏറെ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ്? പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആ മരങ്ങളുടെ തണുപ്പ് അവൻ്റെ വേദനയെ നിർവീകരിക്കുവാൻ സാധിക്കുമെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിമലീകരണം ഏറെ പ്രകടമായ ഒരു നിറമാണ് പച്ച. വിമലീകരണം ഏറെ പ്രകടമായ, എല്ലാത്തിനെയും സ്വീകരിക്കുവാൻ തക്കമുള്ള കഴിവുള്ള ഒരു നിറമാണ് ഏതാ? പച്ച. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മുൻ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഈ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് രോഗികളെ കിടത്തുവാനും ഓപ്പറേഷൻ തിയേറ്ററുകളിലൊക്കെയും ഡോക്ടർമാരും പൊതുവായി ഉപയോഗിച്ചിരുന്ന തുണിത്തരങ്ങളുടെ നിറം എന്താണ്? പച്ചയാണ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള തത്വം എന്നറിയാമോ? ഈ പച്ചയിലേക്ക് അതികഠിനമായ ചുവപ്പ് നിറം വ്യാപിക്കുക എന്ന് വെക്കുക. ഈ പച്ച ഈ ചുവപ്പ് നിറത്തെ സ്വീകരിച്ചുകൊണ്ട് തവിട്ട് നിറത്തെ എന്ത് ചെയ്യും? പ്രതിഫലിപ്പിക്കും. അതായത് കഠിനമേറിയ വേദനയുടെ ഒരു നിറത്തെ തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അത്ര വേദനയില്ലാത്ത മറ്റൊന്നിനെ പ്രകടിപ്പിക്കുവാനുള്ള കഴിവാർക്കുണ്ട്? ഈ പച്ച എന്ന നിറത്തിനുണ്ട്. പച്ചയെക്കുറിച്ച് ഓർക്കും. നിങ്ങൾ നോക്കിയാൽ ഭൂമി ചുറ്റും എന്താണ്? പച്ചയാണ്. ഉയരങ്ങളിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിക്ക് സംരക്ഷണം ഒരുക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയുടെ ഈ പച്ച സൗന്ദര്യത്തിന് എന്താ സാധിക്കുന്നുണ്ട്. അതായത് പച്ച എന്ന നിറത്തിന് ഒരു വിമലീകരണ സ്വഭാവമുണ്ട്. എല്ലാത്തിനെയും തന്നോട് ചേർത്ത് പിടിച്ച് മറ്റൊന്നിനെ പ്രകടിപ്പിക്കുവാനുള്ള ആത്മീക സത്ത ഈ നിറത്തിന് പ്രകടമാണ് എന്നതാണ് ഞാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നത്. എന്താണ് ഈ പച്ച നിറവും മരവും ഈ ക്രിസ്തുവിൻ്റെ വേദനയും തമ്മിലുള്ള ബന്ധമെന്ന് നിങ്ങൾക്കറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായെന്ന്. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി മനുഷ്യപുത്രൻ ഒലിവ് മരങ്ങൾക്കിടയിൽ ഗത്സമനയിൽ നിന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അവന്റെ വിയർപ്പ് എന്തുപോലെയായെന്നാ പറയുന്നത്? അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായെന്ന്. അപ്പൊ അവന്റെ വിയർപ്പിനെ, അവന്റെ സങ്കടത്തെ സാംശീകരിക്കുവാൻ തക്കവണ്ണം ഈ മരങ്ങളുടെ പച്ചയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അവന്റെ വേദനയെ സ്വീകരിച്ചുകൊണ്ട് അവനെ മനസ്സിന് തണുപ്പ് പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ഒലിവ് മരങ്ങൾക്ക് സാധിക്കുന്നു എന്നതുകൊണ്ടാണ് അന്ന് രാത്രി പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മനുഷ്യപുത്രൻ ആഗ്രഹിച്ചത് ആ മരങ്ങൾക്കിടയിലിരുന്ന് പ്രാർത്ഥിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇങ്ങനെ വിമലീകരണ സ്വഭാവത്തെ ആർജിക്കുന്നവരായി തീരണമെന്നാണ് കത്തുന്ന മരം നമ്മോട് പറയുന്നത്. നമുക്ക് ചില മനുഷ്യരെ നോക്കണം, അവരോട് അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം നമ്മുടെ എന്ത് സങ്കടവും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും, ഒന്നും പറയത്തില്ല. അപ്പം നമുക്ക് അവരോട് ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞ് മനസ്സിന് ഒത്തിരി സ്വസ്ഥത പ്രദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അവരെ വിളിക്കുന്ന പേരാണ് വിമലീകരണ സ്വഭാവമുള്ളവർ.
നിന്റെ എല്ലാ സങ്കടങ്ങളെയും കേട്ടിട്ട് നിനക്ക് സന്തോഷത്തെ നൽകുന്ന ചില മനുഷ്യരില്ലേ ചുറ്റും, അവരെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത് നിനക്ക് വേണ്ടി തന്നവർ. എന്നാൽ മറ്റു ചിലരുണ്ട്, ചെന്ന് സംസാരിക്കുമ്പോഴേ നമുക്ക് എണ്ണീറ്റ് തോന്നാൻ തക്കവണ്ണം സംസാരം കൊണ്ട് നമ്മെ മുറിപ്പെടുത്തുന്നവരുണ്ട്. അവർ മലിനീകരണ സ്വഭാവമുള്ളവരാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, യാത്രകളെയൊക്കെ മുരടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. അവർ മലിനീകൃത സ്വഭാവമുള്ളവരാ. എന്നാൽ ദൈവം പറയുകയാണ്, കത്തുന്നവരെ ഈ കാലഘട്ടത്തോട് മോശയോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോശയെ നീ എന്തായി തീരണം? വിമലീകൃത സ്വഭാവമുള്ളവനായി തീരണം. മോശ അത് പഠിക്കുക. പോകുന്ന വഴിക്കൊക്കെയും ഇസ്രായേൽ മക്കള് മോശയോട് വല്ലാതെ പുറകുറുക്കുന്നുണ്ട്. വെള്ളമില്ല, ആഹാരമില്ല, കഴിക്കുവാനോ കുടിക്കുവാനോ യാതൊരു തരത്തിലുള്ള സംരക്ഷണമില്ലാതെ, ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ, കിടക്കുവാൻ കിടപ്പാടമില്ലാതെ നീ എന്തിനാണ്, കൊല്ലുവാനാണോ മരുഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മോശയോട് പരിഭവിക്കുന്നുണ്ട്. മോശ ആ വാക്കുകളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വിമലീകൃത സ്വഭാവമുള്ളവനായി നന്മ പ്രദാനം ചെയ്യുന്ന മോശയാണ് നാം കാണുന്നത്. മക്കൾ പരിഭവിക്കുന്നുണ്ട്, പിണങ്ങുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് പിറുപിറുക്കുന്നുണ്ട്. മോശ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നന്മ പ്രദാനം ചെയ്തവനായിട്ടാണ് വേദപുസ്തകം നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, മോശയെ ദൈവം തമ്പുരാൻ പരുവപ്പെടുത്തുകയായിരുന്നു. കത്തുന്ന മരം മോശയെ പരുവപ്പെടുത്തുകയായിരുന്നു. ഈ വിമലീകൃത സ്വഭാവത്തെ ആർജിച്ചവളാണ് പരിശുദ്ധയായ അമ്മ മറിയം. പരിശുദ്ധയായ അമ്മ മറിയം നിങ്ങൾ നോക്കുക, മോശയെ പോലെ എല്ലാ വേദനകളും തൻ്റെ നെഞ്ചോട് ചേർത്ത് ജീവിച്ചവളാണ് പരിശുദ്ധയായ കന്യക മറിയം. അന്ന് പള്ളിയിൽ ആദ്യമായി കുഞ്ഞിനെയും കൊണ്ട് അച്ഛനെ കാണിക്കാൻ ചെന്നതാ അമ്മ മറിയം. അച്ഛൻ കുഞ്ഞിനെ ഏന്തി വരുന്ന അമ്മ മറിയെ കണ്ടിട്ട് അവളോട് പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കും. ശിമയോൻ എന്ന പുരോഹിതന്റെ വാക്ക് അമ്മ മറിയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. ആയുഷ്കാലത്തോളം ഹൃദയത്തിലൂടെ വാള് കിടക്കുമ്പോഴും എല്ലാത്തിനെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സംഗ്രഹിക്കുവാൻ തക്കവണ്ണം, സ്വയം വിമലീകൃത സ്വഭാവമുള്ളവളായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധൻ അവളെ ബലപ്പെടുത്തുകയായിരുന്നു. പരിശുദ്ധാത്മാവ് അവളെ ബലപ്പെടുത്തുകയായിരുന്നു. നിങ്ങൾ നോക്കിയേ, ഹൃദയ നൊമ്പരത്തിന്റെ വാളയന്തി അമ്മയെ നിങ്ങൾക്ക് കാൽവറിയിൽ കാണാം. സ്വന്തം മകൻ കാൽവറിയിൽ യാഗമായി തീർന്നു നിൽക്കുമ്പോൾ മകൻ പറയുകയാണ്, അമ്മയെ ഇനി എൻ്റെ പുതിയ നിയമസഭയിലെ ശിഷ്യന്മാരൊക്കെയും അമ്മയുടെ തണലിൽ, അമ്മയുടെ തണുപ്പിന്റെ കീഴിൽ ജീവിച്ച് വളരേണ്ടിയിരിക്കുന്നു. അന്ന് കാൽവറിയുടെ കുന്നിറങ്ങുമ്പോൾ, കുന്ന് കയറിയപ്പോൾ അമ്മയ്ക്ക് ഹൃദയം നിറയെ സങ്കടമായിരുന്നു. കാരണം മകനില്ല, അവൻ്റെ മരണം കാണുവാൻ വേണ്ടി പോയവളാണ് അമ്മ മറിയ. എന്നാൽ കാൽവറിയിലെ കുന്നിറങ്ങുമ്പോൾ അമ്മയ്ക്ക് കണ്ണുനീരില്ല. കാരണം എന്താണെന്നറിയാമോ? തൻ്റെ വേദനയിലും ശിഷ്യ സമൂഹത്തെ മുഴുവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അമ്മ മറിയ കുന്നിറങ്ങുന്നത്. നിങ്ങൾ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു നോക്കണം. അന്ന് ശിഷ്യന്മാർ കൂടിയപ്പോഴൊക്കെയും അവരുടെ മധ്യത്തിൽ ആരുണ്ടായിരുന്നു? അമ്മ മറിയം ഉണ്ടായിരുന്നു. അമ്മ മറിയയുടെ പ്രാർത്ഥനയുടെ അനുഭവത്തിലാണ് ശിഷ്യന്മാർ പിന്നീട് വളർന്നു വന്നത്. ആദ്യ നിയമസഭ ഉയർന്നു വരുന്നത് അമ്മ മറിയയുടെ ഈ വിമലീകരണ സ്വഭാവത്തിലാണ്. ക്രിസ്തുവിനെ കാണാഞ്ഞിട്ട്, ക്രിസ്തുവിന്റെ സംരക്ഷണമില്ലായിട്ട് ഈ സ്ലീഹന്മാരൊക്കെ പുറവുറുത്തു. പക്ഷെ അമ്മ മറിയ അവരെയൊക്കെ എന്ത് ചെയ്തു? ബലപ്പെടുത്തി. അവൻ വരും, നിങ്ങൾ ധൈര്യമായിരിക്കുക, പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിഷ്യ സമൂഹത്തെയൊക്കെ ബലപ്പെടുത്തി അവരുടെ വേദനകളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറ്റൊന്നിനെ പ്രദാനം ചെയ്യുന്നവളായിട്ടാണ് പരിശുദ്ധ അമ്മ മറിയം ചരിത്രത്തിൽ കാട്ടപ്പെടുന്നത്. ഇന്ന് ഈ പരിശുദ്ധ ആലയത്തിൽ നിങ്ങൾ വന്നിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് നിറയതല്ലേ? മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, പ്രാരാബ്ദങ്ങള്, സാമ്പത്തിക വേദനകള്, മാനസിക വ്രതകള്, ഇതൊക്കെ അമ്മ മറിയോട് പറഞ്ഞ് അമ്മയിൽ നിന്ന് മറ്റൊരനുഗ്രഹത്തെ മേടിച്ചുകൊണ്ട് ഇറങ്ങുവാനാണ് ഇന്ന് ഈ ആലയത്തിൽ എല്ലാവരും വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കത്തുന്ന മരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയ അനുഭവം അതാ. സ്വയം വിമലീകൃത സ്വഭാവമുള്ളവരായി തീരും. എല്ലാത്തിനെയും സ്വീകരിക്കുക, എല്ലാ വേദനയും സ്വീകരിച്ചിട്ട് മറ്റൊന്നിനെ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം അവരൊരുങ്ങിയ. ക്രിസ്തുവിനെ നോക്കുക, എല്ലാ വേദനയും സ്വീകരിച്ചിട്ട് അവൻ പറയുന്നത് എന്താ? ദൈവമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. എല്ലാത്തിനെയും സ്വീകരിക്കുക, സ്വീകരിച്ചിട്ട് മറ്റൊന്നിനെ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യപുത്രൻ ഒരുങ്ങിയ. അവൻ്റെ അതേ മാതൃകയിൽ വരുന്ന ആദ്യ കുഞ്ഞു സഹത സ്തേഫാനോസ് കല്ലേറുകൊണ്ട് ശരീരം മുഴുവെ വേദനയുടെ, ചോരയുടെ, നൊമ്പരത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴും കുഞ്ഞു സഹത കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് എന്താ? ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. എല്ലാ വേദനയും സ്വീകരിക്കുന്നവർ, എന്ത് നൊമ്പരങ്ങളെയും ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്നവർ, അവരാണ് ക്രിസ്തു വേർതിരിച്ച വിമലീകൃത സ്വഭാവമുള്ളവർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാര്, പുരോഹിതന്മാര്, അമ്മയപ്പന്മാര് ഈ ലോകത്തിൽ ദൈവം തമ്പുരാൻ തൻ്റെ അഗ്നി ഹൃദയത്തിൽ കാത്തുപരിപാലിച്ചവരാ. എല്ലാ വേദനകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റൊന്നിനെ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം
വിമലീകൃത സ്വഭാവം ആർജിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കണം. പണ്ട് കാലത്ത് നമ്മുടെ വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കും അത് സാധ്യമായിരുന്നു. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കത് സാധ്യമല്ല. എന്ത് വേദനകളെയും സ്വീകരിക്കുവാൻ മുമ്പുണ്ടായിരുന്ന വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കും സാധ്യമായിരുന്നു. ഒരു കാലഘട്ടത്തിനപ്പുറത്ത് നമ്മുടെ വല്യപ്പന്മാരുടെ പ്രാർത്ഥന, ദൈവമേ സങ്കടവും വേദനയൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നേരിടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെടുത്തണേ. ഇങ്ങനെയാണ് അപ്പച്ചന്മാർ പ്രാർത്ഥിച്ചത്. മക്കൾ 8 ഉണ്ട്, കഴിക്കാൻ ആഹാരമില്ല, മാറുകൊടുക്കുവാൻ വസ്ത്രമില്ല, കിടക്കുവാൻ മനോഹരമായൊരു ഭവനമില്ല, ജീവിതചര്യകളൊക്കെ താളം തെറ്റി നിൽക്കുക. പക്ഷേ വൈകുന്നേരങ്ങളിൽ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? ദൈവമേ സങ്കടവും വേദനയൊക്കെ ഉണ്ടാവും, പക്ഷെ ആ വേദനകളെ അതിജീവിക്കുവാൻ എന്തൊക്കെ വേണം? ഞങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെടുത്തണേ. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തമ്പുരാനെ ശരീരം നിറയെ മുള്ള, ഈ മുള്ളൊന്നും മാറ്റിത്തരണേ. അപ്പോൾ പൗലോസ്ലീഹയോട് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ മുള്ളൊന്നും ഞാൻ മാറ്റിത്തരത്തില്ല, പകരം നിനക്ക് എന്ത് തരാം? എൻ്റെ കൃപ തരാം. എൻ്റെ കൃപ തരാം. മുള്ളൊന്നും ഞാൻ മാറ്റത്തില്ല, മുള്ളൊക്കെ അവിടെ ഇരുന്നോട്ടെ, എൻ്റെ കൃപ തരാം. നമ്മുടെ അമ്മയപ്പന്മാർ പ്രാർത്ഥിച്ചത് അതേമേ, മുള്ളൊക്കെ ഉണ്ട്, ഈ മുള്ളൊക്കെ അതിജീവിക്കുവാൻ എന്തൊക്കെ വേണം? എന്ത് വേണം? കൃപ വേണേ. നമ്മുടെ തലമുറയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവമേ സങ്കടം ഉണ്ടാവില്ലേ, രോഗം ഉണ്ടാവില്ലേ, പട്ടിണി ഉണ്ടാവല്ലേ, നൊമ്പരം ഉണ്ടാവല്ലേ, ഒന്നും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരായി ആര് തീർന്നു? നമ്മുടെ തലമുറ ആയി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനേയും എന്ത് വേദനയും സ്വീകരിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. അത് എന്തുകൊണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? അവർക്കൊരു പ്രാർത്ഥനയുടെ പുണ്യം ഉണ്ടായിരുന്നു. ദൈവബന്ധത്തിൽ എല്ലാത്തിനെയും നേരിടുവാൻ തക്കവണ്ണം ആ പിതാക്കന്മാർ ഒരുങ്ങുകയായിരുന്നു. എല്ലാത്തിനെയും സ്വീകരിക്കുവാൻ പ്രാർത്ഥനയുടെ നല്ല അനുഭവം ആ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിനപ്പുറത്ത് മലയാളക്കരയുടെ സംസ്കൃതി നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ഒരു കാലഘട്ടത്തിനപ്പുറത്ത് ഈ മലയാളത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, സാഹിത്യ ചരിത്രം പഠിക്കുമ്പോൾ, മലയാളം അർത്ഥത്തിനും കാമത്തിനും വളരെയധികം പ്രാധാന്യം നൽകി അച്ചീചരിതങ്ങളിലും അസന്മാർഗീയതകളിലും വിളയാടിയിരുന്ന ഒരു മലയാള സാഹിത്യ ചരിത്രത്തെയാണ് നാം ദൃഷ്ടാന്തങ്ങളിൽ പഠിക്കുന്നത്, നൂറ്റാണ്ടുകളിൽ പഠിക്കുന്നത്. എന്നാൽ അർത്ഥത്തിനും കാമത്തിനുമല്ല, മറിച്ച് ധർമ്മത്തിനും മോക്ഷത്തിനുമാണ് വളരെയധികം പ്രാധാന്യം ഉണ്ടാകേണ്ടതെന്ന് ഈ മലയാളക്കരയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെയാണ് മലയാള സാഹിത്യത്തിന്റെ കവിതയുടെ പിതാവെന്ന് വിളിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അർത്ഥത്തിനും കാമത്തിനും അച്ചീചരിതങ്ങൾക്കും ഏറെ പ്രഹേളിയിരുന്ന ഒരു രാജ്യത്തെ, ഒരു കാലഘട്ടത്തെ, ഒരു സംസ്കൃതിയെ എഴുത്തച്ഛൻ പാടിക്കൊടുത്തു. മക്കളെ, ഇതല്ല വേണ്ടത്, ധർമ്മവും മോക്ഷവുമാണ്. കാമം കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല, അർത്ഥം കൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയില്ല, ധർമ്മം കൊണ്ടും മോക്ഷം കൊണ്ടും മാത്രമേ ജീവിക്കുവാൻ സാധിക്കൂ എന്ന് പറഞ്ഞു കൊടുത്ത് അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാള സാഹിത്യത്തിലൂടെ മലയാളത്തിൻ്റെ മനോഹര ഭവനങ്ങളിൽ ആ മനുഷ്യൻ കത്തിച്ചു വെച്ച ദീപമുണ്ട്. ആ ദീപം ഇന്നും കെടാതെ ഹൈന്ദവ സഹോദരങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ആ ദീപത്തിൻ്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: രാമ 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 പാഹിമ രാമപാദം ശേരണേ മുകുന്ദ രാമ പാഹിമ. ദൈവത്തോട് പ്രാർത്ഥിക്കുക സന്ധ്യയ്ക്ക്. എല്ലാ വേദനകളും വിട്ടൊഴിഞ്ഞ് അർത്ഥത്തിനും കാമത്തിനും അല്ലാതെ ധർമ്മത്തിനും മോക്ഷത്തിനും വേണ്ടി ഹൈന്ദവ ജന ഭക്തി പുരസ്കരം കെടാവിളക്ക് ഹൃദയപൂർവ്വം തിരികത്തിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്: പാഹിമ പാഹിമ, എന്നെ രക്ഷിച്ചാലും എൻ്റെ ആത്മാവിനെ രക്ഷിച്ചാലും, സർവേശ്വര നിത്യചൈതന്യമായി ഭൂമിയിൽ പ്രദാനം ചെയ്യുന്നവനെ, എൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ കെട്ടുപോകാതെ എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ മോക്ഷത്തിൻ്റെ വാതിലുകളിലേക്ക് നയിക്കണമേ എന്ന് ആ പിതാക്കന്മാർ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ, സത്യവിശ്വാസികളായ പിതാക്കന്മാർ, വൈകുന്നേരങ്ങളിൽ ആലയത്തിലേക്ക് കടന്നു വന്ന് തിരികത്തിച്ച് ഇവണ്ണം പ്രാർത്ഥിച്ചു തുടങ്ങി: പകൽ സമയത്ത് അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്യുന്ന ഈ സമയത്ത് ശാന്തമായ തിരുസന്നിധി നിലകൊണ്ട് നിത്യസ്തുതികളും തുടർച്ചയായ സ്തോത്രങ്ങളും നിനക്ക് അർപ്പിക്കുവാൻ തക്കവണ്ണം വൈകുന്നേരം സന്ധ്യാ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പുള്ള പ്രാരംഭ പ്രാർത്ഥനയാണ്. പിതാക്കന്മാർ പറയാം: ദൈവമേ, ഈ പകലിലെ അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സും ശരീരമൊക്കെ വിട്ടൊഴിഞ്ഞ് ദൈവവും മുമ്പാകെ അർപ്പണബോധത്തോടെ മോക്ഷം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇതാ നിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണ ബദ്ധരായി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് എന്ന് പിതാക്കന്മാർ പറഞ്ഞു. പള്ളി വരാൻ സാധിക്കാത്ത അപ്പച്ചന്മാര്, അമ്മച്ചിമാര് വീട്ടിൽ വൈകുന്നേരം 6 മണിക്ക് തിരി കത്തിച്ചിട്ട്, വിളക്ക് കത്തിച്ചിട്ട് അവർ പാടി തുടങ്ങി: ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ നന്ദിയോടെ. ഇന്ന് ഈ നന്ദി മറന്നുപോയതുകൊണ്ടാണ് പാട്ട് പോലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉരിയപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാർ അങ്ങനെയായിരുന്നു.
പകലത്തെ അധ്വാനങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞിട്ട് സന്ധ്യ ഉണ്ടെങ്കിൽ തിരി കത്തിച്ചു വെച്ച് ദൈവത്തോട് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മുടെ പിതാക്കന്മാർക്ക് സാധിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹൈന്ദവർ അവരുടെ ഭവനങ്ങളിൽ കടാവിളക്ക് കത്തിച്ചു വെച്ച് ദൈവം ഭാഗം രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. സത്യവിശ്വാസ ആരാധകരായ മനുഷ്യന്മാർ പള്ളിയിൽ കടന്നു വന്ന് ദൈവത്തോട് അവരുടെ വിശ്രമ ജീവിതത്തെ ദൈവം ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കടന്നു വരാൻ സാധിക്കാത്തവര് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് അചഞ്ചലമായ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തിനേയും സ്വീകരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെ അനുഭവത്തിൽ വൈകുന്നേരങ്ങളിൽ അവർ എന്ത് ചെയ്യായിരുന്നു? ഒരുങ്ങുകയായിരുന്നു. ഇന്ന് അത് നിലച്ചുപോയി. 6 ആയി, 6:30 7 7:45 8 8:30 9 10 11 പ്രാർത്ഥിക്കാതെ പോലും കിടന്നുറങ്ങുന്ന ഭവനങ്ങൾ ഇന്ന് ഈ സഭയിൽ പിറവിയെടുത്തു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ അനുഭവത്തിലാണ് വിമലീകൃത സ്വഭാവമുള്ളവരായി നാം മാറുന്നത്. ദൈവം ഈ ഭൂമിക്ക് പ്രദാനം ചെയ്ത കത്തുന്ന മരത്തിൻ്റെ ദൃഷ്ടാന്തത്തിൻ്റെ ആദ്യ സൂചന അതാണ്. മക്കളെ, പ്രാർത്ഥനയിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യണം? വിമലീകൃത സ്വഭാവത്തിലേക്ക് ഉയർത്തണം. നമ്മുടെ പിതാക്കന്മാരെ നോക്കുക. ഈ പുണ്യഭൂമി കോട്ടയം ചെറിയ പള്ളി എന്ന് പറയുമ്പോൾ പരിശുദ്ധ സഭയുടെ ചരിത്ര ഭാഗത്തിൽ എത്രയോ ഹൃദ്യമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഇടവകയാണ്. എത്രയോ വേദനകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പിതാക്കന്മാർ അന്തിയുറങ്ങിയ പള്ളിമേടയാണ് ഈ ദേവാലയത്തിൻ്റെത്. ഈ മേടയിൽ അന്തിയുറങ്ങുമ്പോഴും സായാഹ്നങ്ങളിൽ യാമപ്രാർത്ഥനകളിൽ മുടക്കം കൂടാതെ ദൈവത്തെ ഭജിച്ച് ജീവിച്ച മനുഷ്യന്മാരുടെ ആത്മാവിനെ ഭുജിക്കുന്നവരാണ് ഇന്ന് നമ്മളൊക്കെ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന വിട്ടൊഴിയരുത്. പ്രാർത്ഥിക്കാതെ വിമലീകൃത സ്വഭാവമുള്ളവരാകുക നമുക്ക് സാധിക്കുകയില്ല. എല്ലാ വേദനകളെയും സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനയുള്ളവരായി തീരണം. രണ്ടാമത്, കത്തുന്ന മരം ഈ കാലഘട്ടത്തോട് മോശയിലൂടെ ആ ദൃഷ്ടാന്തം പറഞ്ഞു നൽകുന്നത്, മക്കളെ, നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളെ പവിത്രമാക്കുക. കത്തുന്ന മരം ആ ദൃഷ്ടാന്തം മോശയിലൂടെ, അമ്മ മറിയയിലൂടെ ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന രണ്ടാമത്തെ ബോധ്യം ഇതാണ്, സൂചന ഇതാണ്: നിൽക്കുന്ന ഇടങ്ങളെ പവിത്രമാക്കുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ മോശയോട് കത്തുന്ന മരം നൽകുന്ന സൂചന ഇതാണ്: മോശയെ, നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാകിയ നിന്റെ ചെരുപ്പിൽ, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. മോശയെ, നീ നിൽക്കുന്ന ഇടം എന്താണ്? വിശുദ്ധമാണ്. നീ ചവിട്ട് നിൽക്കുന്ന ഇടം പവിത്രമാണെന്നാണ് ആ ചൈതന്യം പറയുന്നത്. മോശയെ, നീ ചവിട്ട് നിൽക്കുന്ന മണ്ണുണ്ടാക്കിയത് ആരാണെന്ന് അറിയാമോ? ഞാനാ. നീ ചവിട്ട് നിൽക്കുന്ന, നീ കാൽപാദങ്ങളിൽ ചെരുപ്പിട്ട് ഈ ചവിട്ട് നിൽക്കുന്ന ഈ മണ്ണുണ്ടാക്കിയത് ആരാ? ഞാനാ. എൻ്റെ സ്നേഹത്തിൽ നിന്ന് 7 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതിലാണ് ആര് ചവിട്ട് നിൽക്കുന്നത്? നീ ചവിട്ട് നിൽക്കുന്നത്. എൻ്റെ സ്നേഹത്തിൽ നിന്ന് പിറവിയെടുത്ത ഒന്നും എന്താ? മോശമല്ല. അതുകൊണ്ട് നീ ചവിട്ട് നിൽക്കുന്ന ഇടം എന്താ? പവിത്രമാണ്. ചവിട്ട് നിൽക്കുന്ന ഇടം പവിത്രമാണ്. വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്: മോശേ, നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുവാൻ പോകുന്ന ഇസ്രായേൽ മക്കള് അവർ ഈജിപ്തിൽ അടിമകളാണ്. അടിമകളാരും മോശേ ചെരുപ്പ് ധരിക്കത്തില്ല. അടിമകളാരും ചെരുപ്പ് ധരിക്കില്ല. അതുകൊണ്ട് ഒരു വിമോചന നായകനായി നീ മാറ്റപ്പെടുമ്പോൾ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. നല്ല നേതാവ്, നല്ല മാതൃകയുള്ളവനാ. ജനത ചെരുപ്പ് ധരിക്കാതിരിക്കുമ്പോൾ നീയും ചെരുപ്പ് ധരിക്കാതിരിക്കണം. അവർക്കൊപ്പം നിൽക്കുന്നവനായിട്ടാണ് ഞാൻ നിന്നെ മാറ്റുന്നത്. അതുകൊണ്ട് മോശേ, നിൽക്കുന്ന ഇടത്തെ പവിത്രീകരിക്കുവാൻ തക്കവണ്ണം ഒന്നാമത് നീ നല്ല മാതൃകയുള്ളവനായി തീരണം. രണ്ടാമത് മോശ വീണ്ടും ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്: മോശേ, നീ കൂട്ടിക്കൊണ്ടുപോകുന്ന ജനതയ്ക്ക് നീ നല്ല സ്വപ്നങ്ങളെ കൊടുക്കണം. നീ നല്ല സ്വപ്നങ്ങളെ കൊടുക്കണം. അവരെ ഈജിപ്തിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുമ്പോൾ നീ അവർക്ക് കൊടുക്കേണ്ട സ്വപ്നം എന്താണെന്നറിയാമോ? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണ്? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി ഇന്നും ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പാലും തേനും ഒഴുകുന്ന സ്വർഗീയ സിയോനാകുന്ന കനാൻ ദേശത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് ആരാ? നമ്മളൊക്കെ. ഒരു കാലഘട്ടത്തിനപ്പുറം നമ്മുടെ വല്യപ്പച്ചിമാരുടെ അമാടപ്പെട്ടിയിൽ 4 നാണയത്തുട്ടുകൾ കാണും. എന്തിനാണെന്നറിയാമോ? 4 നാണയത്തുട്ടുകൾ കാണും. എന്തിനത്? ഇവരെയും പോകുന്ന വഴിക്ക് ഇവരുടെ മുണ്ടിൻ്റെ കോത്തലയിൽ ഇത് കെട്ടിവെക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലൊരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. വല്യമ്മച്ചി മരിക്കുമ്പോൾ പറയുക, മരിക്കുന്നതിന് മുമ്പ് പറയാം, എൻ്റെ പെട്ടിയോട് ചേർത്ത് 4 നാണയത്തുട്ട് വെക്കണമെന്ന് പറയും. എന്തിനാണെന്നറിയാമോ? ഈ ലോകജീവിതം കഴിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് വലിയൊരു കടവ് കടക്കണം. കടത്തൂലി കരുതി വെച്ചവരാ നമ്മുടെ പിതാക്കന്മാർ. കടത്തുകാരൻ കൊണ്ടുപോകും. അവൻ ഈ യോർദാന്റെ കടവ് കഴിഞ്ഞ് അക്കരെ ചെല്ലുന്നതാണെന്താ? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. ഈ കടത്തുകാരന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്താ ഈ കൂലി കരുതി വെച്ചിരുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ സ്മരണയാണ്. എന്നാൽ വിശുദ്ധന്മാരെ സംബന്ധിച്ച് അവർ ഈ കടത്ത് കടക്കേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യുന്നറിയോ?
പാലം വഴി അപ്പുറത്ത് പോകുന്നവരാ. നമ്മൾ ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ഒരു പാട്ടുണ്ട്, മനോഹരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: പിതാക്കന്മാർ ഈ ലോകത്ത് നിന്ന് പരിശുദ്ധന്മാരപ്പുറത്തേക്ക് പോകുന്നത് ഇരുതി പാലം വഴിവാനാർന്നൊരു സഹദേരെ പ്രാർത്ഥിപ്പിഞ്ഞങ്ങൾ പാവക്കടലിൽ മുങ്ങായിവ. അപ്പോൾ താഴെ മൊത്തവും എരുതിയാ. അപ്പം ഈ എരുതിയിൽ വീഴാതെ സഹദേന്മാരെന്ത് ചെയ്യുക? പാലം വഴി അക്കരെ കടക്കുക. അപ്പം ഇങ്ങനെ ഈ പാലത്തിലൂടെ പോകുന്ന സഹദേന്മാരോടും ശുദ്ധിമാന്മാരോടും ഈ കടലിലൂടെ യാത്ര ചെയ്യുന്ന, ഈ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന നമ്മൾ പറയുകയാണ്, സഹദേന്മാരെ, ഞങ്ങൾ ഈ അഗ്നിക്കടലിൽ മുങ്ങിപ്പോകാതിരിക്കുവാൻ ഈ പാലം വഴി അക്കരെ പോകുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി ജീവിക്കുന്നത് തന്നെ ശരിക്കും ഒരു സ്വപ്ന ലോകത്തിലാണ്. ആ സ്വപ്നം എന്താ? സ്വർഗരാജ്യം. സ്വർഗരാജ്യം സ്വപ്നം കണ്ടുറങ്ങുന്നവരാണ് ക്രിസ്ത്യാനികളൊക്കെ. മോശയോട് പറയുകയാണ്, മോശ നീ നിൽക്കുന്ന ഇടത്തെ പവിത്രമുള്ളതാക്കുവാൻ പറയുമ്പോൾ മോശയിലൂടെ പറയുന്നത് ഒന്ന് മാതൃകയുള്ളവനാകുക, രണ്ട് സ്വപ്നം കൊടുക്കുക. എന്ത് സ്വപ്നമോ? സ്വർഗരാജ്യം എന്ന സ്വപ്നം കൊടുക്കുക. ക്രിസ്തു ഈ ഭൂമിയിൽ കൊടുത്തത് അത്രയും, ആ കത്തുന്ന മരത്തിന്റെ ആത്മാവ് പേറിയവരൊക്കെയും ഈ ഭൂമിക്ക് പ്രദാനം ചെയ്തത് നല്ല മാതൃകയുള്ളവരായി നല്ല സ്വപ്നങ്ങളെ കൊടുക്കുകയായിരുന്നു. ക്രിസ്തു ഭൂമിക്ക് കൊടുത്ത സ്വപ്നമായിരുന്നു ദൈവരാജ്യം. അവൻ്റെ ഉപമകളിൽ, അവൻ്റെ വാക്കുകളിൽ, അവൻ്റെ നടപ്പുകളിലൊക്കെയും അവൻ പറഞ്ഞു, മക്കളെ, ഇതല്ല, ഇതിലും വലുതൊന്ന് എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഞാൻ പോകട്ടെ, പോയിട്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഒരുക്കിയതിന് ശേഷം നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ദൈവം ഈ ഭൂമിക്ക് കൊടുത്തത് സ്വർഗരാജ്യം എന്ന അമൂല്യമായ സ്വപ്നമായിരുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന എല്ലാവരും ഈ സ്വപ്നത്തെയാണ് ലോകത്തോട് പറയുവാൻ ശ്രമിച്ചത്. സ്തേഫാനോസ് സഹതായി നോക്കിയേ, കല്ലേറുകൊണ്ട് വ്രണപ്പെട്ടു നിൽക്കുന്ന അനുഭവത്തിലും സ്വർഗം തുറന്നിരിക്കുന്ന ആ വലിയ ദർശനത്തെ മറ്റുള്ളവരോട് പറയുന്ന കുഞ്ഞു സഹതയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നത്. വിശുദ്ധന്മാര്, പിതാക്കന്മാര് അവർ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഈ ലോകത്തോട് പറയുന്നത് നിൽക്കുന്ന ഇടത്തെ പവിത്രമുള്ളതാക്കി തീർത്ത് സ്വർഗരാജ്യത്തെ അവകാശമാക്കിക്കൊള്ളുവിനെന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെരുന്നാളുകളിനോട് അനുബന്ധിച്ച് നമ്മൾ കൊടികൾ ഉയർത്തും, അല്ലേ? നമ്മൾ കൊടി ഉയർത്തും. ഈ അഭിമാനമുണ്ട്, കോട്ടയം ചെറുപള്ളിയിലെ കൊടി ചുവന്ന കൊടി തന്നെയാണ്. എന്താണ് ഈ കൊടി ഉയർത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? എന്താണ് ഈ കൊടി ഉയർത്തിക്കുന്നത്? നിങ്ങളെ കൊടി സൂക്ഷിച്ചു നോക്കണം. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ ഒക്കെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഉയർത്തപ്പെടുന്ന കൊടി നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം. ആ കൊടിക്ക് തലയില്ല, കൈയില്ല, കാലില്ല, ഉടല് മാത്രമുള്ള ഒരു ശരീരം. തല ഛേദിക്കപ്പെട്ട്, കൈ ഛേദിക്കപ്പെട്ട്, കാൽ ഛേദിക്കപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാക്കി മാറ്റപ്പെട്ട വിശുദ്ധന്മാരുടെ സ്മരണയാണ് ഈ കൊടിമരത്തിൽ ഉയർത്തി നാം ആഘോഷിക്കുന്നത്. അതിന് നിറമെന്താ? ചുവപ്പാ. ക്രിസ്തുവിന് വേണ്ടി അവർ ചൊരിഞ്ഞ രക്തത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ നടുക്ക് എന്തുണ്ട്? ഒരു വെള്ള കുരിശുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ ജീവിച്ചിരുന്നപ്പോൾ അവർ ലോകത്തോട് പറയുവാൻ ആഗ്രഹിച്ചത് ആരെക്കുറിച്ചാണെന്നറിയോ? ക്രിസ്തുവിനെ കുറിച്ചാണ്. മരണശേഷവും അവർ ഈ ലോകത്തോട് 4 ദിക്കുകളിൽ നിന്നും ഈ ചുവന്ന കൊടിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എവിടെയാ? ഈ വെള്ളക്കുരിശിലാണ്. മരണശേഷവും അവർ ലോകത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച്. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഇനി ഞാൻ മറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രിസ്തു ഇനി വെളിപ്പെട്ടിരിക്കും, ഞാനിതാ അവനിൽ മറഞ്ഞിരിക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ ഈ വിശുദ്ധന്മാര്, ശുദ്ധിമാന്മാര്, ശുദ്ധിമതികളെ, രക്തസാക്ഷികളൊക്കെയും ഈ കുരിശിൽ മറഞ്ഞിരിക്കുന്നവരാ. ആ മറഞ്ഞിരിക്കുന്നവരുടെ നിത്യമായ സ്മരണയാണ് നാം ഓരോ പെരുന്നാളിലും അനുസ്മരിക്കുന്നത്. അവർ നമുക്ക് അവർ ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്തുവിനെ പഠിപ്പിക്കുകയായിരുന്നു. മരണശേഷവും അവരുടെ സ്മരണയിൽ അവർ ലോകത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന എന്നെ അല്ല ഓർക്കേണ്ടത്, പിന്നെ ആരെയാ? ക്രിസ്തുവിനെ ഓർക്കണം. അവർ നമ്മോടൊപ്പം സജീവമായി ആരാധനയിൽ പങ്കാളിത്തം നൽകുന്നവരാ. അവർ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നവരാ. അവർ വേറെ, നമ്മൾ വേറെ എന്നല്ല നമ്മുടെ സഭ പഠിപ്പിക്കും. നമ്മൾ പ്രഭാത നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനയിൽ പാടുന്നുണ്ട്, നിഷ്ഠയിൽ നിന്നെ പ്രസവിച്ച പാവന കന്യകയോടൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. പരുമലമോർ ഗ്രിഗോറിയോ ദീവൻ നാസ്യോ ശിവരൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? അവർക്കൊപ്പം ചേർന്ന് നിന്നാ. അവർ വേറെ എന്നല്ല, അവർ വേറെയല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ അമ്മ മറിയയും ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും പരിശുദ്ധന്മാരും ഇവരൊക്കെയും നമ്മോടൊപ്പം ചേർന്ന് നിന്നാണ് നാം ഒരുമിച്ചാണ് ആരെ ആരാധിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുന്നത്. ഈ പെരുന്നാളൊക്കെ അവർക്കൊപ്പം ചേർന്ന് ദൈവത്തെ അവർ കണ്ട, അവരറിഞ്ഞ ദൈവത്തെ അറിയുവാനുള്ള ആത്മീക വാഞ്ചിയായി തീരണം.
പ്രിയപ്പെട്ടവരെ, ഈ വിധം സ്വർഗരാജ്യം കാക്ഷിച്ച് നമുക്ക് പ്രദാനം ചെയ്ത ആ പിതാക്കന്മാർ കാട്ടിത്തന്ന നല്ല മാതൃക അനുകരിക്കുവാൻ, അവർ നിന്ന ഈ മണ്ണിനെ ദൈവം തമ്പുരാൻ ഉടലെടുത്ത് അവൻ്റെ സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത ഈ മണ്ണിനെ പവിത്രീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. എന്നാൽ നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ ഇന്ന് സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. സ്വർഗരാജ്യം എന്നുള്ള സ്വപ്നവും നഷ്ടപ്പെട്ടു. സ്വർഗത്തിൽ പോകണമെന്ന് പോലുള്ള ചിന്ത ആർക്കുമില്ല. പക്ഷെ മനസ്സിലുണ്ട്, നല്ല ചെയ്തില്ലെങ്കിൽ ഇവിടെ പോവും, നരകത്തിൽ പോകുന്നു. സ്വർഗത്തിൽ പോകണമെന്ന് നിശ്ചയമൊന്നുമില്ല, പക്ഷേ നല്ലത് ചെയ്തില്ല എങ്കിൽ നരകത്തിൽ പോകും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്തു? ബലപ്പെടുത്തി. അങ്ങനെ ആ ചിന്ത ബലപ്പെടുത്തിയ ഒരു കുഞ്ഞു ഉപമയുണ്ട്. ദൈവരാജ്യം എന്ന സ്വപ്നത്തെ ഹൃദയം കണ്ടുറങ്ങിയവന് നരകമുണ്ട് എന്ന് ദൈവം സൂചിപ്പിച്ച ഒരു ഉപമയുണ്ട്. അത് ഏത് ഉപമയാണെന്ന് അറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ധനവാന്റെയും ലാസറിന്റെയും ഉപമ. അന്നാണ് ആദ്യമായി നമുക്കൊരു ബോധ്യം ഉണ്ടായത്, ദൈവരാജ്യം സ്വർഗരാജ്യം മാത്രമല്ല, പിന്നെയോ നന്മ ചെയ്തില്ലെങ്കിൽ എവിടെ പോവും? നരകത്തിൽ പോവും. അപ്പോൾ പേടിയായി. അപ്പം നന്മ ചെയ്യുവാനും സ്വസ്ഥവും ദൈവഭയത്തിലും ജീവിക്കുവാനും നമ്മുടെ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരുക്കത്തോടെ വേർതിരിച്ചു. പ്രിയപ്പെട്ടവരെ, ധനവാന്റെയും ലാസറിന്റെ ഉപമയിൽ മനോഹരമായി കൂട്ടിക്കുറിക്കേണ്ടുന്ന ഒരു വരിയുണ്ട്. അതെൻ്റെ 25-26 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അതുപോലെ തിന്മയും പ്രാപിച്ചു എന്നോർക്കുക. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയ ഒരു പിളർപ്പുണ്ട്. കഥ നിങ്ങൾക്കറിയാം. ഒരിടത്ത് ധനവാനും ലാസറും ഉണ്ടായിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ടങ്ങളിൽ നിന്ന് ജീവിച്ച മനുഷ്യന്റെ പേരാണ് ലാസർ. ധനവാനും ലാസറും മരിച്ചു. ധനവാനോടെ പോയി നരകത്തിൽ പോയി. ലാസർ മരിച്ചു. ലാസറോടെ പോയി സ്വർഗത്തിൽ നിന്നു. ലാസർ സ്വർഗത്ത് സുഭിക്ഷമായി ജീവിക്കുന്ന കണ്ട് ധനവാൻ അഗ്നിവേദനയിൽ കടന്ന് അബ്രഹാം പിതാവിനോട് പറയുകയാണ്: അബ്രഹാം പിതാവേ, അവൻ്റെ വിരലിൻ്റെ അഗ്രം മുക്കിയിട്ട് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണേ. അബ്രഹാം പിതാവ് നൽകുന്ന മറുപടിയാണ്: മകനെ, അത് സാധ്യമല്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ എന്താ? വലിയൊരു വിടവുണ്ട്, വലിയൊരു പിളർപ്പുണ്ട്. സ്വർഗത്തിനും നരകത്തിനും നടുവിൽ വലിയൊരു പിളർപ്പുണ്ട് എന്ന് അബ്രഹാം പിതാവ് ധനവാന് പറഞ്ഞു കൊടുക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ധനവാന്റെയും ലാസറിന്റെയും ഉപമ നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കുകയാണെങ്കിൽ മനോഹരമായ മറ്റൊരു കഥ ഇതിനുള്ളിൽ തെളിവാക്കപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഈ ലാസർ ആരാണെന്ന് അറിയാമോ? ധനവാന്റെ പിതാവാണ്. ലാസർ ആരാണ്? ധനവാന്റെ പിതാവാണ്. ഉപമകളിൽ ദൈവം ഒരു ദരിദ്രന് മാത്രമാണ് പേര് കൊടുത്തിരിക്കുന്നത്. അവൻ്റെ പേരാണ് ലാസർ. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സഹായിച്ചുവെന്നും ദൈവത്തിൻ്റെ സഹായമെന്നും. അപ്പോൾ ദൈവം സഹായിക്കുന്ന, ദൈവത്തിൻ്റെ സഹായം കിട്ടുന്ന എല്ലാ ദരിദ്രന്മാർക്കും ദൈവം കൊടുക്കുന്ന പേരാണ് ലാസർ. പ്രിയപ്പെട്ടവരെ, ഈ ലാസർ ആരാണെന്നറിയാമോ? നമ്മുടെ മാതാപിതാക്കളാണ്. ഈ ലാസർ നമ്മുടെ മാതാപിതാക്കളുമാണ്. കാരണം ഭൂമിയിൽ അവഗണിക്കപ്പെടുന്ന, സഹായം എത്തി നിൽക്കാത്ത, ദൈവം സഹായിക്കുകയും ദൈവം കരുതുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവം കൊടുത്ത പേര് ലാസർ എന്നാണെങ്കിൽ, അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരമായി കൂട്ടിക്കുറിക്കാൻ പറ്റുന്നത് നമ്മുടെ മാതാപിതാക്കളെയാണ്. ആരുടെയും സഹായമില്ലാതെ, ആരുടെയും പരിഗണനയില്ലാതെ ജീവിക്കുന്ന ഒരു ഭാഗം നമ്മുടെ മാതാപിതാക്കൾ. അവര് ലാസറാണ്. അവരെ ആര് കരുതുന്നു? ദൈവം കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയ വിടവുണ്ട് എന്ന് അബ്രഹാം പിതാവ് ധനവാനോട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആ വിടവ് എന്താണെന്നറിയാമോ? ഇത് കാലത്തിൻ്റെ വിടവാണ്. ധനവാൻ ചെറുപ്പക്കാരനാണ്, ലാസർ ആരാണ്? പ്രായമുള്ള ആളാണ്. ഇത് തമ്മിൽ എന്തുണ്ട്? കാലത്തിൻ്റെ വലിയൊരു വിടവുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട മനോഹരമായ പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നത്. തോമസ് അക്കംബിസിൻ്റെയാണ് ആ പുസ്തകം. ബൈബിൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി വായിക്കപ്പെട്ട, വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് തോമസ് അക്കംബിസിൻ്റെ ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നത്. പ്രിയപ്പെട്ട ഇഗ്നേഷ്യസിനെയും ലയോളയും പോലുള്ള വിശുദ്ധന്മാരെ ശ്രേഷ്ഠകരമായ ഔന്നത്യത്തിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ഗുരു പാരമ്പര്യം കാത്തുപരിപാലിച്ച മനുഷ്യനാണ് തോമസ് അക്കംബിസ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യനെ, തോമസിനെയും ഇഗ്നേഷ്യസിനെയും ലയോളയൊക്കെ വിശുദ്ധന്മാരാക്കിയെങ്കിലും അവരുടെ ഗുരുനാഥനായ തോമസ് അക്കംബിസിനെ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയാം? അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. തോമസ് അക്കംബിസിനെയും വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം കത്തോലിക്ക സഭ അതിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. പക്ഷേ
തോമസ് അക്കംബിസിനെ വിശുദ്ധനായി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് സഭയുടെ രീതി അനുസരിച്ച് അവൻ്റെ മൃതശരീരം ഇരിക്കുന്ന ഭാഗം തുറക്കുകയും അസ്ഥികൾ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഭൗതിക ശേഷിപ്പുകൾ സൂക്ഷിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ നിരീക്ഷണ സമിതി ആ കല്ലറ തുറന്ന് അത് പരിശോധിച്ചപ്പോൾ കണ്ടത് തോമസ് അക്കംബിസിൻ്റെ ശവശരീരം കമിഴ്ന്നായിരുന്നു കിടന്നിരുന്നത്. സാധാരണ മരിക്കുമ്പോൾ എങ്ങനെയാണ് പെട്ടിക്കുള്ളിൽ നേരെ നോക്കി നിൽക്കുന്നല്ലേ? തോമസ് അക്കംബിസിൻ്റെ മൃതശരീരം ആ പെട്ടിക്കുള്ളിൽ കടന്നത് കമന്നാണ്. ഉത്തരം വളരെ ലളിതമാണ്. മരിച്ചുവെന്ന ധാരണയിൽ അദ്ദേഹത്തെ അടക്കി. എന്നാൽ എപ്പോഴോ ജീവശ്വാസം വീണ്ടും ഹൃദയത്തിൽ ഉരഞ്ഞു പൊങ്ങിയപ്പോൾ ഒരു പ്രാണവേദനയോടെ തൻ്റെ ശ്വാസഗതിയെ നിലപ്പിക്കുകയായിരുന്നു തോമസ് അക്കംബിസ്. അവസാനം ഒരു പിടച്ചിലൂടെയാണ് ആര് മരിച്ചത്? തോമസ് അക്കംബിസ്. അങ്ങനെ ഒരു പിടച്ചിലൂടെ അസമാധാനപരമായി ഈ ലോക ജീവിതത്തിൽ നിന്ന് വിട്ട ഒരു മനുഷ്യനെ എങ്ങനെ വിശുദ്ധനെന്ന് പറയാൻ സാധിക്കും? ഒരു പിടച്ചിലൂടെ ഈ ലോകത്ത് നിന്ന് പോയ ഒരുവനെ എങ്ങനെ വിശുദ്ധനെന്ന് പറയാൻ സാധിക്കും? അതുകൊണ്ട് കത്തോലിക്ക സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ അമ്മയപ്പന്മാരുടെ കല്ലറകൾ ഞങ്ങളൊന്ന് ആഴമായി കുത്തിൽ പൊളിച്ച് നോക്കിയാൽ അപ്പനും അമ്മയൊക്കെ കിടക്കുന്നത് കമന്ന് തന്നെയായിരിക്കും. കാരണം ഇഹലോക ജീവിതം വിട്ടുപോകുമ്പോൾ സ്വസ്ഥമായിരുന്നു, സമാധാനമായിരുന്നു നമ്മൾ പറയുമെങ്കിലും അന്ത്യകാലഘട്ടത്തിൽ ഒരു പിടച്ചിലൂടെ തന്നെയാകും അവർ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കാലത്തിൻ്റെ വിടവ് വളരെ ശക്തമാണ്. എനിക്കൊരു കൊച്ചു മകളുണ്ട്, 3 വയസ്സേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുവാനും എടുക്കുവാനും അവളെ പരിലാളിക്കുവാനൊക്കെ തക്ക ഇടവകയിൽ, പ്രത്യേകിച്ച് പാഴ്സനയിൽ താമസിക്കേണ്ട ഒത്തിരി ആളുകളുണ്ട്. ആ സ്നേഹവും വാത്സല്യവും ഒക്കെ ആവോളം നുകരുവാൻ തക്കൊണ്ട് എൻ്റെ കുഞ്ഞിന് സാധ്യമാണ്. ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ, എൻ്റെ കുഞ്ഞിനിപ്പോൾ ഒത്തിരി സ്നേഹം കിട്ടുന്നുണ്ട്. ശരിക്കും അവളെ സംബന്ധിച്ച് അവളൊരു ധനികയാണ്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ലാവിഷ, ഇഷ്ടംപോലെ ധനികപരമായ അനുഭവം അവൾക്കുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ മാറി. എൻ്റെ കുഞ്ഞ് വളരുകയാണ്. അവൾ മുതിർന്നു, ഒരു പെൺകുട്ടിയായി, സ്ത്രീയായി, അമ്മയായി, വല്യമ്മച്ചിയായി മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സ്നേഹത്തിന് എന്തുണ്ടാവും എന്നറിയാവോ? ദാരിദ്ര്യം ഉണ്ടാവും. ഈ സ്നേഹത്തിന് ദാരിദ്ര്യം ഉണ്ടാവും. അവൾ വയ്യാണ്ട് കട്ടിൽ കിടക്കുമ്പോൾ അവൾ ചിന്തിക്കും, ദൈവമേ, എന്നെ ഒന്ന് സഹായിക്കാൻ, എൻ്റെ കൂടെ നിന്ന് ചേരാൻ, വർത്താനം പറയാൻ, എന്നെ ഒന്ന് കരുതുവാൻ, സ്നേഹവാത്സല്യത്തോടെ. എൻ്റെ കുഞ്ഞിന് ഒത്തിരി പേര് ഉമ്മയൊക്കെ കൊടുക്കും സ്നേഹത്തോടെ. അങ്ങനെ എൻ്റെ നെറുകയിൽ ഒരു ഉമ്മ തരുവാൻ, എൻ്റെ കൈത്തടങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കുവാൻ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ, സാന്നിധ്യം കൊണ്ട്, സ്നേഹം കൊണ്ട് എന്നോട് ആരെങ്കിലും ഒന്ന് കൂട്ടുപറയണേ എന്ന് എൻ്റെ മോൾ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന അവസ്ഥയാണ് ദാരിദ്ര്യം. ആ ദാരിദ്ര്യകരമായി പേറുന്നവരെയാണ് ദൈവം വിളിച്ചത് ലാസർ. ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്നവരൊക്കെയും പിറവിയെടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ധനവാന്മാരായിട്ടാണ്. പക്ഷെ മരിക്കുന്നത് ലാസറായിട്ടാണ്. സ്നേഹത്തിന്റെ ദാരിദ്ര്യം പേറിയാണ് എല്ലാ ലാസർമാരും ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വിട്ടൊഴിയുന്നത്. അവരെവിടെ പോവും? അവർ സ്വർഗത്ത് പോവും. അന്ന് എൻ്റെ മകള് ആഗ്രഹിക്കും അവളുടെ മകൻ്റെയോ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപോലെ മരിച്ചാൽ ദൈവം പറയും, മോനെ, അമ്മച്ചി വീട്ടിലുണ്ടായിരുന്നു, സ്നേഹം കൊണ്ട് നീ ആരെ പൊതിഞ്ഞില്ല? നിന്റെ അമ്മയെ പൊതിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്തുണ്ട്? കാലത്തിൻ്റെ വിടവുണ്ട്. എൻ്റെ കുഞ്ഞിന് ഒത്തിരി ആഹാരമുണ്ട്. ടിഫിൻ ബോക്സ് നിറയെ കൊച്ചമ്മ കുറേ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ കൊടുക്കും. ഇടയ്ക്കൂടെ മോളുടെ പേര് ഇള എന്നാണ് വിളിക്കുന്നത്, നിക്നെയിമാണ്. ഇള ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കും. ഞാനിങ്ങനെ ചിന്തിക്കും, ഈ മോള് വളരും. ഇന്ന് കഴിക്കാൻ ഒത്തിരി കൊടുക്കുന്ന കൊച്ചമ്മയും കാലഹരണപ്പെട്ടു പോകും. അവളുടെ തലമുറയും വരും. കട്ടിലിൽ കിടക്കുകയായിരിക്കും, വേലാണ്ട് കിടക്കുകയായിരിക്കും. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, സ്നേഹവായ്പോടെ നീട്ടപ്പെടുന്ന ഒരിറ്റ് ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞ് ആഗ്രഹിക്കും. ഇന്ന് സമൃദ്ധിയാണ്, ഇന്ന് ധനാഢ്യമായി ജീവിക്കുക. പക്ഷെ കാലാവസാനത്തിൽ അവൾ എന്തായി? ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം പേറി. മക്കളോട് പറയുമ്പോൾ മക്കൾ പറയും, അമ്മയ്ക്ക് ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ആഹാരമുണ്ട്, അത് ചൂടാക്കി കഴിച്ചോളും, ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ധനസമ്പത്തിൽ നിന്ന്, അവരുടെ ആഹാരത്തിൽ നിന്ന് ഊർന്നു വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്ന് ജീവിച്ച് കിടക്കയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുത്ത പേരാണ് ലാസർ. നാം ജീവിക്കുമ്പോൾ ജനിക്കുന്ന എന്തായിട്ടാ? ധനവാന്മാരായിട്ടാ. മരിക്കുന്നതോ ലാസറായിട്ടാ. എൻ്റെ കുഞ്ഞിന് ഒത്തിരി വസ്ത്രങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. പിറന്നാളൊക്കെ ആകുമ്പോൾ പ്രിയപ്പെട്ടവരും പള്ളിക്കാരും ഒക്കെ ഒത്തിരി വസ്ത്രങ്ങളൊക്കെ കൊടുക്കും. സുഭിക്ഷമായിട്ടൊരു ധനികയെ പോലെ എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കും, നമ്പരാനെ, ഇവൾ വളർന്നു വലുതായി കട്ടിലിൽ കിടക്കുന്ന പ്രായാധിക്യം ചെല്ലുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ അമ്മച്ചി പറയും, മോനെ, എനിക്ക് കൊടുക്കാൻ നല്ലൊരു സാരി ഇല്ലടാ, നീ എനിക്കൊരു സാരി മേടിച്ച് തരണേ.
പള്ളിപ്പെരുന്നാളൊക്കെ അമ്മച്ചിക്കൊരു സാരി മേടിച്ച് തരണേ, 2 കൊല്ലം മുമ്പ് മേടിച്ചേ, അതൊക്കെ അങ്ങ് പിഞ്ചിപ്പോയി. ഓ, ഇനി അമ്മച്ചി ആര് കാണാൻ, ഉള്ളതൊക്കെ കൊണ്ടങ്ങ് കൊടുത്താൽ മതി. അതേ നമ്മുടെ മക്കളുടെ അപ്പക്കഷ്ടത്തിൽ നിന്ന് ഊർന്നു വീഴുന്നവ തിന്ന് ജീവിക്കേണ്ടി വരുന്ന ആ മനുഷ്യർക്ക് ദൈവം കൊടുത്ത പേരാണ് ലാസർ. എൻ്റെ കുഞ്ഞ് ഈ കാലഘട്ടത്തിൽ ഞാൻ കുഞ്ഞ് സഞ്ചയിക പോലെയൊക്കെ സുരുക്കൂട്ടുന്നുണ്ട്. 5 രൂപ കിട്ടുമ്പോൾ അവൾക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ സുകന്യ എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു സംവിധാനമുണ്ട്, ഞാൻ അതിനകത്ത് ഇങ്ങനെ പൈസ ഇടും. അപ്പം എന്ത് കിട്ടിയാലും കുഞ്ഞിന് വേണ്ടി ഒരു പങ്ക് ഞാനും കൊച്ചമ്മയും മാറ്റി വെക്കും. കാരണം ഒരു പെൺകുട്ടിയല്ലേ, വളർന്നു വരുമ്പോൾ ആവശ്യം ഉണ്ടാവുമല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കും, തമ്പുരാനെ ഇന്ന് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും കൂടെ അവൾക്ക് കൊടുക്കുക. വളർന്നു വരുമ്പോൾ എൻ്റെ കുഞ്ഞ് അവളുടെ മക്കളോട് പറയടാ, അമ്മച്ചിക്കൊന്ന് പള്ളിയിൽ പോകണം, കാണിക്ക ഇടാൻ അമ്മച്ചിക്ക് ഒരു 10 രൂപ തരുമോ? എന്നാത്തിനാ? പള്ളി കുടിശ്ശി അടയ്ക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഇടുന്നുണ്ട്, ഇനി അമ്മച്ചി എന്താ പ്രത്യേകിച്ച് ഇടണ്ട. അതെ, നമ്മുടെ മക്കളുടെ സമ്പാദ്യത്തിൻ്റെ അപ്പക്കഷ്ടങ്ങളിൽ നിന്ന് ഊർന്നു വീഴുന്നവ തിന്ന് ജീവിക്കേണ്ടി വരുന്ന വയോവൃദ്ധരായ മനുഷ്യർക്ക് ദൈവം കൊടുത്ത പേരാണ് ലാസർ. അവരാര് കരുതുന്നു? ദൈവം കരുതുന്നു. അവരാര് സഹായിക്കും? ദൈവം സഹായിക്കും. ഈ ലോകം കാണാത്ത, മറ്റാരും പരിഗണിക്കാതെ ഇങ്ങനെയുള്ള ജനസമൂഹത്തെ ദൈവം കൊടുത്ത പേരാണ് ലാസർ. അവരാര് സഹായിക്കുന്നു? ദൈവം സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ ജനിക്കുന്നത് ധനവാന്മാരായിട്ടാണ്, മരിക്കുന്നതോ ലാസറായിട്ടാണ്. ഈ ഭൂമിയിൽ നാം പിറവി എടുക്കുന്നത്, നമ്മുടെ എല്ലാവരും പിറവി എടുക്കുന്നത് ധനവാന്മാരായിട്ടാ. പക്ഷെ കാലയവനിക നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്തായിട്ടാ? ലാസറായിട്ടാ. എന്നാൽ ധനവാന്മാരായി ജീവിക്കുന്ന ഓരോ മക്കളോട് ഞാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു, മക്കളെ നിങ്ങളെവിടെ വരും? ഈ ലാസറിന്റെ അനുഭവത്തിലേക്ക് വരും. അപ്പോഴാണ് നരകത്തിൽ കിടന്നുകൊണ്ട് ധനവാൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ അബ്രഹാം പിതാവേ ഒരു കാര്യം ചെയ്യാവോ, എന്നെ ഒന്ന് സ്വതന്ത്രനാക്കാവോ? ഞാൻ വീട്ടിൽ പോയി എന്തു ചെയ്യാം? എൻ്റെ സഹോദരങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയട്ടെ. കാരണം വീട്ടിൽ ഇനി ആരുണ്ട്? അപ്പനെ മരിച്ചുള്ളൂ, അമ്മയുണ്ട്. ലാസറേ മരിച്ചുള്ളൂ, ലാസറിന്റെ ഭാര്യയുണ്ട്. ഞാൻ വീട്ടിൽ ചെന്ന് എടാ ആങ്ങളമാരെ, സഹോദരങ്ങളെ, അമ്മയെ പൊന്നുപോലെ നോക്കണേടാ, അപ്പനെ നോക്കാത്തോണ്ട് ഞാൻ അവിടെ പോയി നരകത്തിൽ പോയി, ഞാനെങ്കിലും ഇങ്ങനെ ആയിപ്പോയി, നിങ്ങളെങ്കിലും രക്ഷപ്പെടണം, അതുകൊണ്ട് അമ്മയെ നിങ്ങൾ എന്ത് ചെയ്യണം? പൊന്നുപോലെ നോക്കണേന്ന് ഞാൻ അബ്രഹാം പിതാവെ ഒന്ന് ചെന്ന് പറഞ്ഞിട്ട് വരട്ടെ. അപ്പൊ അബ്രഹാം പിതാവ് നൽകുന്ന മറുപടി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അബ്രഹാം പിതാവ് ധനവാനോട് പറയുകയാണ്, മകനെ ഭൂമിയിൽ ആരുണ്ട്? പ്രവാചകന്മാരുണ്ട്, ഇത് പറയുവാൻ തക്കവണ്ണം പുരോഹിതന്മാരുണ്ട്, ഇത് പറയുവാൻ തക്കവണ്ണം കർമ്മഗതി അവർക്ക് കാട്ടിക്കൊടുക്കുക. ഓരോ പ്രസംഗത്തിലും ഓരോ ശുശ്രൂഷയിലും ഓരോ ജീവിത സാഹചര്യങ്ങളും നമ്മളോട് പറയുകയാണ്, മക്കളെ, തലമുറകളെ, നിങ്ങളുടെ മാതാപിതാക്കളെ എന്ത് ചെയ്യണം? കരുതണം. നിനക്ക് ദീർഘായുസ് വേണം, എന്ത് വേണം? അപ്പനെയും അമ്മയും കരുതണം. അബ്രഹാം പിതാവ് പറയാ, ധനവാനെ നീ പോവണ്ട, ഇതൊക്കെ ഞാൻ അച്ഛന്മാരുടെ ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അവര് പോയി പറയും. അവര് പറഞ്ഞിട്ട് നിന്റെ ആങ്ങളമാര്, നിന്റെ അനിയന്മാര് ശരിയായില്ലെങ്കിൽ അവരെങ്ങോട്ട് വന്നോളും? നിന്റെ കൂടെ നരകത്തിൽ വന്നോളും, നീ പേടിക്കണ്ട. പ്രിയപ്പെട്ടവരെ, സ്വപ്നം വിതറുന്ന ഈ ഭൂമിയിൽ സ്വർഗരാജ്യം ഉണ്ടാക്കേണ്ടുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലാണ്. അപ്പനെ കരുതുന്നതിലൂടെ, അമ്മയെ കരുതുന്നതിലൂടെ, സാഹോദര്യ സ്നേഹങ്ങളിലൂടെ, കുടുംബ ബന്ധങ്ങളിലൂടെ ശരിക്കും സ്വർഗരാജ്യം പണിയപ്പെടേണ്ടത് എവിടെയാ? ഈ ഭൂമിയിലാ. ഇവിടെ സ്വർഗരാജ്യം പണിയപ്പെട്ടവർക്ക് തീർച്ചയായും ആ സ്വർഗരാജ്യവും അനുഭവിക്കുവാൻ എന്താ സാധ്യമായി തീരുന്നതിനെയും നിൽക്കുന്ന ഇടം ഇത് പവിത്രമാക്കണം. ഈ ഭൂമി നീ പവിത്രമാക്കണം. കാരണം ഇതൊരു കെട്ട ഭൂമിയല്ല, അതുകൊണ്ടാണ് സ്ലീഹന്മാരോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ നാനാ ദിക്കുകളും പോയി സുവിശേഷം അറിയിക്കണം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ചെരുപ്പ് ധരിക്കേണ്ട. ഈ ഭൂമി എന്താ? കെട്ട ഭൂമിയില്ല, ഞാൻ ഉണ്ടാക്കിയതാ, എൻ്റെ സ്നേഹത്തിൽ നിന്ന് ഉണ്ടാക്കിയതാ. ഇതിൻ്റെ ഓരോ ജീവജാലങ്ങളെ, സസ്യജലാദികളെ എൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാ. നിങ്ങൾ ഓരോ ലാസർമാരെടുക്കുകയും ചെന്ന് അവരെ സ്നേഹം കൊണ്ട് പൊതിയണം. ഓരോ ധനവാന്റെ അടുക്ക ചെന്നിട്ടും പറയണം, മക്കളെ, ഈ ലോക ജീവിതത്തില്, ദരിദ്രന്മാരുടെ ഈ ലോകത്തില് ധനവാനായി ജീവിക്കുന്നത് പാപമാണ്. ആര് പഠിപ്പിച്ചു? ഉസ്താദ് തിരുമേനി പഠിപ്പിച്ചു. ദാരിദ്ര്യം പേറുന്ന ഈ ലോകത്ത് ധനവാനായി ജീവിക്കുന്നത് പാപമാണ്. പ്രിയപ്പെട്ടവരെ, അനേകർ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെയും പറഞ്ഞു കൊടുത്തു, മക്കളെ, സ്വർഗരാജ്യം അവകാശിക്കണമെങ്കിൽ നീ ഈ ഭൂമിയിലെ ജീവിതം എന്താക്കണം? പവിത്രമുള്ളതാക്കണം. നിൽക്കുന്ന ഇടം നിന്റെ വീടാണോ, നിന്റെ കുടുംബമാണോ, നിന്റെ ഇടവകയാണോ, നിന്റെ പ്രസ്ഥാനമാണോ, നീ നിൽക്കുന്ന ഇടങ്ങളാണോ, അവിടെ എന്താക്കണം? നിന്റെ സാന്നിധ്യം കൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അനുഭവം ഉണ്ടാക്കിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, കത്തുന്ന മരം അമ്മ മറിയയിലൂടെ നമുക്ക് നൽകി രണ്ടാമത്തെ പ്രബോധനം അതായിരുന്നു. അമ്മ മറിയ നിന്ന ഇടത്തെയൊക്കെയും പവിത്രമുള്ളതാക്കി തീർത്തു.
കന്യകമറിയ നിന്ന ഇടങ്ങളെയൊക്കെയും പവിത്രമുള്ളതാക്കി തീർത്തു. ആദ്യം അവളെ ചെന്ന് ചേർന്ന കോൺവെന്റ്, അവിടെ വെച്ചാണ് ഗബ്രിയേൽ മാലാഖയുടെ ദൂത് ലഭിക്കുന്നത്. അമ്മ മറിയയുടെ സാന്നിധ്യം കൊണ്ട് ആ ഇടം പവിത്രമുള്ളതായി തീർന്നു. അമ്മ മറിയയുടെ സാന്നിധ്യം കൊണ്ട് യൗസേപ്പിന്റെ ജീവിതം ഹൃദയമുള്ളതായി തീർന്നു. അമ്മ മറിയയുടെ സാന്നിധ്യം കൊണ്ട് നസ്രയത്ത്, ഗലീല, യഹൂദ നാടൊക്കെയും ശ്രേഷ്ഠകരമായി തീർന്നു. അമ്മ മറിയയുടെ സാന്നിധ്യം കൊണ്ട് ശിഷ്യന്മാർ കൂടി വന്നിരുന്ന സെഹിയോൻ മാളിക ശ്രേഷ്ഠമുള്ളതായി തീർന്നു. അതേ അമ്മ മറിയയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ മണ്ണ് ഇത് പവിത്രമുള്ളതാണ്. കോട്ടയം ചെറിയ പള്ളി ഇത് പവിത്രമുള്ള മണ്ണാണ്. കാരണം അമ്മ മറിയയുടെ സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, അമ്മ മറിയയിലേക്ക് പറ്റിച്ചേർന്നവന്റെ കണ്ണുനീര് കൊണ്ട് ഈ മണ്ണ് പവിത്രമുള്ളതാണ്. ഈ നിൽക്കുന്ന ഇടത്തിൽ അനാവശ്യമായ ചിന്തയൊന്നും വേണ്ട. സഹോദരൻ നഷ്ടം മുടിയാൻ വേണ്ടി, അയൽക്കാരൻ താറുമാറാകാൻ വേണ്ടി, അമ്മയപ്പന്മാർക്ക് വേണ്ടി, മറ്റുള്ളവന് വേണ്ടി, കൂട്ടുകാരന് വേണ്ടി ദുഷിച്ച ഒരു ചിന്തയും നിന്റെ മനസ്സിൽ നിന്ന് വേണ്ട. മറ്റുള്ളവന്റെ നന്മ മാത്രം മതി. കാരണം ഈ മണ്ണെന്താ? പവിത്രമുള്ള മണ്ണാണ്. വിട്ടുപോകരുത് പ്രിയപ്പെട്ടവരെ. കത്തുന്ന മരം ഈ കാലഘട്ടത്തോട് ദൃഷ്ടാന്തരൂപേണ പറഞ്ഞു നൽകിയ രണ്ട് പൊരുളാണ്. ഒന്ന്, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിൽ വിമലീകൃത സ്വഭാവത്തെ ആർജിക്കണം. എല്ലാ വേദനയും സ്വീകരിക്കണം, എല്ലാത്തിനെയും സ്വീകരിക്കണം. ക്രിസ്ത്യാനി എല്ലാ വേദനയും സ്വീകരിച്ച് നന്മയെ പ്രദാനം ചെയ്യുന്നവനായി തീരണം. അതാണ് ക്രിസ്ത്യാനി എന്ന വാക്കിനർത്ഥം. ക്രിസ്തുവിൻ്റെ അനുയായി. അവന് സങ്കടമുണ്ട്, വേദനയുണ്ട്, പക്ഷെ എല്ലാ വേദനയും നെഞ്ചോട് ചേർക്കുന്ന ആത്മീക പക്വത അത് ഈ കാലഘട്ടത്തിൽ വേണം. ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മ മറിയെ പോലെ വിമലീകൃത സ്വഭാവമുള്ളവരായി നിങ്ങൾ തീരണം. രണ്ട്, നിൽക്കുന്ന ഇടത്തെ പവിത്രമുള്ളതാക്കണം. ഇത് കെട്ട ഭൂമിയല്ല, സ്വപ്നം വിതർന്ന ഭൂമിയാണ്. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടേണ്ട ഭൂമിയാണ്. ഇവിടെ ധനവാന്റെ ലാസറിന്റെ അന്തരംഗമുണ്ട്. എന്നാൽ കാലത്തിന്റെ വിടവിൽ നിന്ന് ധനികനാക്കപ്പെടുന്നവൻ എല്ലാവനും ലാസറാക്കി മാറ്റപ്പെടുമെന്ന ബോധ്യത്തോടുകൂടെ സൽക്കർമ്മങ്ങളിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രബോധന ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. നിൽക്കുന്നിടത്തെ പവിത്രമാക്കുവാൻ, സ്വയം വിമലീകൃത സ്വഭാവമുള്ളവളായി തീരുന്നവരായി തീരുവാൻ പരിശുദ്ധിയായ അമ്മ മറിയയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് തെല്ല് ആശ്വാസകരമായി പരിണമിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ ദൈവ നിയോഗത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇതിനായ അച്ഛൻ ഓർപ്പിച്ച പോലെ ഞാനൊരു പകരക്കാരനാണ്. ഒന്നിനായ ജോണ്ടി വർഗീസ് അച്ഛന് പകരക്കാരനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ശരിക്കും പകരം നിൽക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഓടിയെത്തുന്ന പേര് നമ്മുടെ സ്നേഹത്തോട് അത്രമേൽ ആത്മബന്ധമുള്ളവരുടെയാണ്. ഒരു വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അനുരൂപരായിരിക്കുന്നവരെ ആകണമല്ലോ. അങ്ങനെയെങ്കിൽ ഒന്നിനായ അച്ഛൻ്റെ മനസ്സിൽ എന്നോടുള്ള വിശ്വസ്തതയും ആ അനുരൂപത്വവുമാണ് ഇത്തരത്തിലൊരു ശാരീരിക വേദന ഉണ്ടാകുമ്പോൾ എനിക്ക് പകരക്കാരനായി എന്നെപ്പോലെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവനെ ശക്തീകരിക്കുന്ന ബോധ്യത്തോടെ അച്ഛൻ എന്നെ ഈ നിയോഗം ഏൽപ്പിച്ചത്. ദൈവമുമ്പാകെ സമർപ്പിതമായി അത് പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന ആത്മീക കൃപയോടുകൂടെ ഞാൻ ഈ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധയായ അമ്മ മറിയയുടെ മാധ്യസ്ഥം ധാരാളമായി ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മയൊക്കെ ശക്തീകരിക്കുമാറാകട്ടെ.